ഭഗവാന്റെ വളരെ പ്രധാനപ്പെട്ട രാസക്രീഡ എന്ന ഭാഗം ഇവിടെ പറഞ്ഞതിന് ശേഷം പിന്നീട് അനവധി ഭാഗങ്ങൾ വരുന്നുണ്ട്. കംസൻ ഭഗവാനെ വധിക്കാനായി അരിഷ്ടൻ, കേശി തുടങ്ങിയ അസുരന്മാരൊക്കെ പറഞ്ഞയച്ചു. അവരൊക്കെ ഭഗവാൻ വധിച്ചു. അങ്ങനെ ഇരിക്കെ നാരദൻ കംസൻ്റെ അടുത്ത് പോയി പറഞ്ഞു, കംസ, ഈ 8ാമത്തെ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങ് ഇവിടുന്ന് കുറേ ആൾക്കാരെ പറഞ്ഞയച്ചില്ലേ, അസുരന്മാരെ പറഞ്ഞയച്ചില്ലേ, അവരൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ. അവരൊക്കെ ഇപ്പം അങ്ങോട്ട് പോയതാണ്. അവരൊക്കെ എവിടേക്കാണ് പോയതെന്ന് പോലും അങ്ങക്ക് അറിയില്ലല്ലോ. കൃഷ്ണൻ വധിച്ചതാണ് ഇവരെ മുഴുവൻ. ഈ കാര്യം കംസനോട് നാരദൻ പോയി പറഞ്ഞു കൊടുത്തു. രാത്രിക്ക് രാത്രി നന്ദഗോപുരം എന്ത് ചെയ്തതാണ്? വസുദേവർ നന്ദഗോകുലത്തിലേക്ക് മാറ്റിയതാണ് ആ കുട്ടിയെ, 8ാമത്തെ കുട്ടിയെ മാറ്റിയതാണ്. ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതങ്ങനെ കേട്ടതോടുകൂടി കംസന് കലശലായിട്ട് അങ്ങോട്ട് ദേഷ്യം വന്നു. കംസൻ പറഞ്ഞു, ഇപ്പം പോയിട്ട് വസുദേവരെ കൊല്ലുമെന്ന് പറഞ്ഞു. നാരദൻ പറഞ്ഞു, ഇപ്പം കൊല്ലേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇപ്പം കൊന്നാൽ ശരിയാവില്ല. 6 കുട്ടികളെ കൊന്നുണ്ടല്ലോ. ആ 6 കുട്ടികളെ അങ്ങ് ഏതായാലും കൊന്നു. ഈ 2 വിദ്വാന്മാരെയും കൂടി വിളിച്ചു വരുത്തുക, ബലരാമനെയും കൃഷ്ണനെയും കൂടി വിളിച്ചു വരുത്തുക, അവരെയും കൂടി കൊല്ലുക. ആ ഒരു സങ്കടവും കൂടി ആരനുഭവിക്കട്ടെ? വസുദേവരും ദേവകി അനുഭവിക്കട്ടെ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ആരെ കൊല്ലുക? വസുദേവരെ കൊല്ലുക. അങ്ങനെയല്ലേ നല്ലത് ചോദിച്ചു. അപ്പോൾ കംസൻ ചോദിച്ചു, ഇവിടെ വന്നാൽ ചാവുമോ? സംശയം എന്താ, ഇവിടെ വന്നാൽ ചാവും, ഉറപ്പാ. കൃഷ്ണനും ബലരാമനും കൂടെ എത്തുക വേണ്ടും. ഇവിടെ എത്തിയാൽ ചാവും. ആരാ ചാവുക എന്ന് പറഞ്ഞിട്ടില്ല. കംസനാ ചാവുക അത് പറഞ്ഞില്ല എന്ന് മാത്രം. അത് കഴിഞ്ഞു. കൃഷ്ണനെ കൂട്ടിക്കൊണ്ടുവരാനായി അക്രൂരനെ പറഞ്ഞയക്കുകയാണ്. അക്രൂരനോട് പറഞ്ഞു, അങ്ങ് പോയിട്ട് കൃഷ്ണനെയും ബലരാമനെയും കൊണ്ട് കൂട്ടിക്കൊണ്ടുവരണം. ഈ 2 വിദ്വാന്മാരാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. അവരെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഭരണം നടത്തണം. ജരാസന്ധോ മമ ഗുരു. ജരാസന്ധൻ എൻ്റെ ഭാര്യയുടെ അച്ഛനാണ്, എൻ്റെ ഗുരുനാഥനാണ്. പിന്നെ ഞങ്ങൾക്ക് കൂട്ടുകാരനായിട്ട് ആരുണ്ട്? ദിവിതൻ എന്ന് പേരാ ഒരു കുരങ്ങുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട് ശംബരൻ, നരകൻ, ബാണൻ, ശംബരാസുരൻ, ബാണാസുരൻ, നരകാസുരൻ, ഞങ്ങളൊക്കെ കൂടി ചേർന്നും കൊണ്ടൊരു അച്യുതണ്ട് സഖ്യം രൂപീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം ആരാണ്? കൃഷ്ണനും ബലരാമനുമാണ്. അവരെ അങ്ങോട്ട് വകവരുത്തണം. അതിനായി ഇങ്ങോട്ട് ക്ഷണിക്കണം, കൂട്ടിക്കൊണ്ടുവരണം. ഇവിടെ വില്ല് വെച്ച യാഗമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. സദ്യ ഉണ്ടെന്ന് കേട്ടാൽ ഓടി വരും. അങ്ങനത്തെ കുട്ടികളാണ്. ഇവിടെ വില്ല് വെച്ച യാഗമുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടു. ക്രൂരൻ പറഞ്ഞു, കംസ, മനോരാജ്യം എത്ര വേണേലും വിചാരിക്കാം. മനക്കോട്ട കെട്ടുക എന്ന് പറയുന്നില്ലേ, മനക്കോട്ട എത്ര വേണേലും കെട്ടാം. ദൈവം ഹി ഫലസാധനം എന്നാണ്. ഫലം തരുന്നത് ആരാണ്? ദൈവമാണ്. മനോരാജ്യം എത്ര വേണേലും വിചാരിക്കാം. അതുപോലെ നായിക്കോളണമെന്നൊന്നുമില്ല. വിചാരിക്കുന്നത് പോലെ നടക്കണമെന്നുണ്ടോ? നടന്നോളണമെന്നില്ല. ഫലം അവനവൻ്റെ വിധിക്കനുസരിച്ച് വരും എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥമൊന്നും കംസന് മനസ്സിലായിട്ടുമില്ല. അക്രൂരൻ ഏതായാലും വളരെ സന്തോഷമായി. ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ പറഞ്ഞയക്കിയല്ലേ, എന്നെ പറഞ്ഞയച്ചില്ലേ കംസൻ. അന്ന് രാത്രി ഉറങ്ങിയില്ല എന്നാണ് പറഞ്ഞത്. ഭഗവാനെ കാണാൻ പോവല്ലേ ഞാൻ. അന്ന് രാത്രി ഉറക്കം തന്നെ വന്നില്ല. രാവിലെയായി. വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റു. 3 മണിക്ക് തന്നെ എഴുന്നേറ്റു. ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാനായി അക്രൂരൻ തേരിലങ്ങനെ കയറി പോവുകയാണ്. എന്നാൽ നേരത്തെ പോകാൻ കാരണം, നീ കംസനെങ്ങാനും പറഞ്ഞാലോ, അങ്ങ് പോകണ്ട എന്ന് പറഞ്ഞാലോ അത് വിഷമല്ലേ, അപ്പോൾ ഒരു പ്രശ്നമല്ലേ. മാറ്റി പറയുന്നതിന് മുൻപ് തന്നെ അക്രൂരൻ പോവാൻ തീരുമാനിച്ചു. ക്രൂരോപിതാം രാത്രിം അക്രൂരോപിതാം രാത്രിം ക്ഷിത്വാ നന്ദഗോകുലം പ്രയയൗ നന്ദഗോകുലം. ആ സമയത്ത് തന്നെ പുറപ്പെട്ടു എന്ന് പറയുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ പുറപ്പെട്ടു. പോകുന്ന സമയത്തോ ഗച്ഛൻ പതി മഹാഭാഗോ ഭഗവത്യംബുജേക്ഷണേ ഭക്തിം പരാമുപഗത ഏവമേതത ചിന്തയൽ. പോകുന്ന സമയത്ത് പല മനോരാജ്യം വിചാരിച്ചു കൊണ്ടാണ് അക്രൂരൻ പോയത്. തേരോടിക്കാനൊക്കെ തന്നെ മറന്നുപോയി. എന്താ അക്രൂരൻ ആലോചിച്ചത്? കംസൻ എനിക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് നൽകിയത്. കാരണം ഭഗവാനെ കാണാൻ പോകാൻ ഒരു അവസരം കിട്ടിയല്ലോ. ഭഗവാനെ കാണാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പുണ്യം തന്നെയാണ്. സപ്താഹത്തിൽ പങ്കെടുക്കാൻ കഴിയുക, ഇവിടെ വന്നിരിക്കാൻ സാധിക്കുക, അല്ലേ, ഭഗവാനെ കാണാൻ സാധിക്കുക. ഭഗവാനെ കാണുന്നില്ലെങ്കിൽ സജ്ജനങ്ങളെ കണ്ടാലും ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഇത്തരം സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കഴിയുക, ഭഗവാന്റെ ദീപാരാധനയിലൊക്കെ പങ്കെടുക്കാൻ കഴിയുക, ഇതൊക്കെ കിട്ടണമെങ്കിൽ ഒരു പുണ്യം വേണം. എന്തായാലും ഭഗവാനെ കാണാൻ പോകുന്ന ഞാൻ എന്തായാലും പുണ്യവാൻ തന്നെയാണ്. അവരുടെ മനസ്സിൽ വിചാരിക്കുകയാണ്.
കണ്ണനെ കൺമതിനായല്ലോ പോകുന്നു പുണ്യവാനെന്നതു നിർണയം. ഞാൻ കണ്ണനെ കാണാൻ പോവല്ലേ, തീർച്ചയായും പുണ്യവാൻ തന്നെയാണ് എന്ന് വിചാരിക്കുകയാണ് അക്രൂരൻ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ സ്വീകരിക്കുമോ? ഒന്നും അറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ അംഗീകരിക്കുമോ ഭഗവാൻ? ശത്രുവായിട്ട് കാണുമോ? അങ്ങനെയാണ് അക്രൂരൻ ആലോചിച്ചത്. ശത്രുവായിട്ട് കരുതുമോ? ശത്രുവായിട്ട് കരുതാനൊന്നും സാധ്യതയില്ല. കാരണം എന്താണ്? ഭഗവാൻ അറിയാലോ എല്ലാ കാര്യങ്ങളും, നമ്മുടെ എല്ലാ അവസരങ്ങളും കാര്യങ്ങളും ആർക്കറിയാം? മനസ്സൊക്കെ ഭഗവാൻ നന്നായിട്ടറിയാം. ഭഗവാൻ മാറിപ്പോകുന്നില്ല. ഒരു പഴഞ്ചൊല്ലില്ലേ, കൂടെ കിടക്കുന്നവന് രാപ്പനി അറിയാമെന്ന് പറയാറില്ലേ? അതുപോലെ ഭഗവാൻ നന്നായിട്ടറിയാം മനസ്സ് എന്തുദ്ദേശത്തോട് കൂടിയിട്ടാണ് അവിടേക്ക് വന്നത്. സപ്താഹം കേൾക്കാനായിട്ടാണോ വന്നത്? അല്ലെങ്കിൽ പുറത്ത് വെച്ച് ചെരുപ്പ് കൊണ്ടുപോകാനായിട്ടാണോ വന്നത്? കുട കൊണ്ടുപോകാനായിട്ടാണോ വന്നത്? ഇതൊക്കെ ഭഗവാന് നന്നായിട്ടറിയാം. അപ്പം ഭഗവാന് മാറിപ്പോകുന്നില്ല. എന്തായാലും ഭഗവാനെ കാണാൻ പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ എന്നെ അംഗീകരിക്കുകയോ, എന്നെ ആലിംഗനം ചെയ്യുമോ? സുഹൃത്തമന്യാതിമനന്യ ദൈവതം ദോർഭ്യാം ബൃഹൽഭ്യാം പരിരപ്സ്യതേഥമാം. ഭഗവാന്റെ ആ കൈകളെ കൊണ്ടൊരു ആലിംഗനം കിട്ടാൻ സാധിച്ചാൽ അതൊരു പരമഭാഗ്യമായിരുന്നു. കോരി നിറച്ചു കൊണ്ടെന്നൂടെ കണ്ണീര പാരം കൂളുർപ്പിച്ചു നിൽപ്പനോ ഞാൻ. വെണ്ണ പൂരണ്ടിട്ടു തിണ്ണം കൂളുർത്തുള്ളോരുണ്ണിക്കൈയൊന്നു മൂകർന്നീതാവൂ. വെണ്ണ പുരണ്ടതായ ആ കൈകളെ കൊണ്ട് ആ ആലിംഗനൊന്ന് കിട്ടാൻ സാധിച്ചാൽ ഉണ്ടാവുന്നൊരു സന്തോഷം എത്രയാ പറയേണ്ടത്. അങ്ങനെയൊക്കെ സാധിക്കുകയായിരിക്കും. പിന്നെ അക്രൂരൻ വിചാരിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലോ ആ ഭഗവാന് വേണ്ടി ചെയ്തതിൻ്റെ പേരിലാണ് ബലി ആരായത്? ഭഗവാനായി സമർപ്പിച്ചതിൻ്റെ പേരിലാണ് ബലി ആരായി മാറിയത്? മഹാബലിയായി മാറിയത്. പറയുന്നില്ലേ, സമരിഹണം യത്ര നിധായ കൗശികസ്തഥാ ബലിശ്ചാപ ജഗത്രേന്ദ്രതാം. ബലി മഹാബലിയായിട്ട് മാറിയെന്നാണ്. ഈ ബലി പണ്ടാരായിരുന്നു? ഒരു ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിലുള്ള ഒരു എലിക്കുട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനൊരു കഥ ഉണ്ട്. അങ്ങനെ എലിക്കുട്ടിയായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ സമയത്ത് ശിവനെയും പാർവതിയെയും ഒരു അമ്പലത്തിലാക്കി അവിടെ ശ്രീകോവിൽ പൂട്ടി ശാന്തിക്കാരൻ പോയി. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. വിളക്കിൻ്റെ തിരി ഇങ്ങനെ താണ് കിടക്കുകയാണ്. അപ്പം ഭഗവാൻ വിചാരിച്ചു, ആരെങ്കിലും ഈ വിളക്കിൻ്റെ തിരി ഒന്ന് നീട്ടിത്തന്നാൽ നന്നായിരുന്നു എന്ന് ശിവൻ ഇങ്ങനെ വിചാരിച്ചു. അന്നേരം ഒരെലി, ഈ എലി തന്നെ ആ വിളക്കിൻ്റെ തിരീൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഓടിപ്പോയി എന്നാണ്. അപ്പം എലി ഓടിയപ്പോഴോ തിരി ഒന്ന് നീണ്ടുമല്ലോ. അങ്ങനെയാണ് ആരായത്? ഈ എലി മഹാബലിയായി ജനിച്ചത് എന്നാണ് കഥ. ഭഗവാന് വേണ്ടി ചെറിയൊരു കാര്യം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ദാനം ചെയ്തതോടുകൂടി ആരായി? മഹാബലിയായി മാറി. വലിയ ദാനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് മഹാബലി എന്നുള്ള പേര് കിട്ടിയത്. അങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങൾ പലർക്കും ലഭിച്ചിട്ടുണ്ട്. ആ ഭഗവാൻ എന്നെയും സ്വീകരിക്കില്ലേ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് അക്രൂരൻ തേരോടിക്കാനൊക്കെ മറന്നുപോയി. രാവിലെ പുറപ്പെട്ട അക്രൂരൻ വൈകുന്നേരമായപ്പോഴാണ് വൃന്ദാവനത്തിലെത്തിയത്. അട്ടിച്ചൊരു 10 കിലോമീറ്റർ ദൂരമൊക്കെ മധുരയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് ഉള്ളൂ. ഞാൻ തേരോടിക്കാനൊക്കെ മറന്നുപോയി. കുതിരയ്ക്ക് ഇഷ്ടമുള്ള വഴിക്കൊക്കെ പോയി. അവസാനം ആ യമുനാ നദിയുടെ തീരത്തെത്തി. അവിടെ ഭഗവാന്റെ പാദങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് മണലിൻ്റെ മുകളിൽ. ഭഗവാന്റെ പാദങ്ങളകൾ കണ്ടപ്പോൾ അക്രൂരൻ തേരിൽ നിന്നിങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ഇറങ്ങി. ഭഗവാൻ ചവിട്ടിയതായ ആ മണ്ണൊക്കെ എടുത്തിട്ട് തലയിലൊക്കെ ഇങ്ങനെ വെതറാനൊക്കെ തുടങ്ങി. കുതിരയ്ക്ക് തോന്നി, ഞാനോ കുതിര അതോ ഇവനോ കുതിര? ആൾക്കാരൊക്കെ എന്നെയാണ് കുതിര എന്നൊക്കെ പറയുന്നത്. ഇവനാണോ കുതിര, ഞാനാണോ കുതിര? കുതിരയ്ക്ക് എന്നെ സംശയമായി. വീണ്ടും തേരിൽ കയറി അങ്ങനെ പുറപ്പെട്ടു തേരോടിച്ചിട്ട്. അവസാനം വൈകുന്നേരമായപ്പോഴേക്കും അക്രൂരൻ അവിടെ ആ വൃന്ദാവനത്തിൽ ഭഗവാന്റെ ഗൃഹത്തിൻ്റെ അടുത്ത് അങ്ങനെ എത്തി. ഭഗവാനോ അന്നത്തെ ദിവസത്തെ കളികളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ദേഹമൊക്കെ ശുദ്ധാക്കി അവിടെ അമ്മ പശുവിനെ കറക്കുന്നുണ്ട്. ആ പശുവിനെ കറക്കുന്ന ആ ഭാഗത്ത് പോയി നിൽക്കുകയാണ്. പാത്രമൊക്കെ പിടിച്ചും കൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഭഗവാനും ബലരാമനും. പീതനീലാംബരധരവും ശരദംബുരുഹേക്ഷണവും ദദർശ കൃഷ്ണം രാമം ച പ്രജേ ഗോദോഹനം ഗതവും. പീതനീലാംബരധരവും ശരദംബുരുഹേക്ഷണവും. ഒരാൾ മഞ്ഞ വസ്ത്രം ധരിച്ചും കൊണ്ടാണ്, മറ്റേ ആൾ നീല വസ്ത്രം ധരിച്ചും കൊണ്ടാണ്. ബലരാമൻ്റെ വസ്ത്രത്തിൻ്റെ നിറം നീല നിറമാണ്, ഭഗവാന്റെ വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞ നിറമാണ്. അങ്ങനെ രണ്ട് ഭഗവാന്മാരെ അങ്ങനെ കണ്ടു. കിശോരൗ ശ്യാമളശ്വേതൗ ശ്രീനികേതൗ ബൃഹദ്ഭുജൗ സുമുഖൗ സുന്ദരവരൗ ബാലദ്വിരത വിക്രമൗ. സുമുഖന്മാരും സുന്ദരന്മാരുമായിരിക്കുന്ന രണ്ട് കുട്ടികളെങ്ങനെ കണ്ടു. ഇവരിപ്പം കുട്ടികളൊക്കെയാണെന്നേ ഉള്ളൂ.
വാസ്തവത്തിൽ എങ്ങനെയുള്ളവരാണ്? ബാലതിരതവിക്രമവും, കുട്ടിയാനകളെപ്പോലെ അത്ര മതശാലികളും കൂടിയാണ്, അത്ര ശക്തന്മാരും കൂടിയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം ചെറിയ കുട്ടികളെ പോലെ ഇരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. മധുരയിൽ പോയാൽ മനസ്സിലാവും എന്താ അവരുടെ സ്വഭാവം എന്നുള്ളത്. അങ്ങനെയുള്ള കൃഷ്ണനെയും ബലരാമനെയും അങ്ങനെ കണ്ടു. അക്രൂരനെ ഓടി അങ്ങനെ ചെന്നു. അവിടെ ഭഗവാന്റെ കാൽക്കലേക്ക് അങ്ങോട്ട് വീണ് നമസ്കരിച്ചു. ഭഗവാൻ വേഗം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നന്ദഗോപരെ വിളിച്ചു. ദാ ഇളയച്ചൻ വന്നിട്ടുണ്ട്, അക്രൂരനായിട്ടൊരു ബന്ധമൊക്കെ ഉണ്ട് ഭഗവാന്, ഇളയച്ചൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് അങ്ങോട്ട് കറന്ന പാലങ്ങോട്ട് കൊടുത്തു, കുടിക്കാനായിട്ട് കൊടുത്തു, മധുപർക്കൊക്കെ കൊടുത്തു കുടിക്കാൻ. അന്ന് ഭഗവാനോടൊപ്പം സുഖമായിട്ട് അങ്ങനെ താമസിച്ചു. സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരു മാനിത ലേഭേ മനോരഥാൻ സർവാൻ. ദേഹം വിചാരിച്ചതുപോലൊക്കെ നടന്നു. ഭഗവാന്റെ കൂടെ ഇരിക്കാനായിട്ട് കഴിഞ്ഞു. ഭഗവാൻ സംസാരിക്കുമോ എന്നൊക്കെ അക്രൂരൻ വിചാരിച്ചത്. സംസാരിക്കുക മാത്രമൊന്നുമല്ല, ഭഗവാനോടൊപ്പം ഇരിക്കാൻ തന്നെ കഴിഞ്ഞു. വളരെ സന്തോഷമായി. ഭഗവാൻ ചോദിച്ചു, എന്തിനായിട്ടാണ് അങ്ങ് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? മധുരയിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എൻ്റെ അമ്മാവനാണ് എന്ന് പറയുന്ന കംസൻ അവിടെ തന്നെ അല്ലേ? ഈ സമയത്താണ് ഭഗവാൻ കംസനെ കുറിച്ച് ചോദിക്കുന്നത്. കംസേ മാതുലനാമ്യങ്ക സ്വാനാം നസ്തൽ പ്രജാസുന. എൻ്റെ അമ്മാവനാണ് എന്ന് പറയപ്പെടുന്ന ആ കംസൻ, ഉറപ്പൊന്നുമില്ല, അങ്ങനെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ കംസൻ അവിടെ തന്നെ അല്ലേ? അപ്പോൾ അക്രൂരൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നത് അവിടേക്ക് ക്ഷണിക്കാനായിട്ടാണ്, വില്ല് വെച്ച യാഗത്തിന് ക്ഷണിക്കാനായിട്ടാണ്. ഒരു കാര്യം പറയട്ടെ, വില്ല് വെച്ച യാഗം എന്നുള്ളതൊന്നുമല്ല പ്രധാനം, അങ്ങയെ കൊല്ലുക എന്നുള്ളതാണ് പ്രധാന കാര്യം. അതിനുവേണ്ടി ഒരു വ്യാജമായി ഒരു വില്ല് വെച്ച യാഗം എന്നൊക്കെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം അങ്ങയെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. ഭഗവാൻ പറഞ്ഞു, ഈ കാര്യം വീട്ടുകാരോടൊന്നും പറയരുത്, അച്ഛനോടും അമ്മേനോടൊന്നും പറയരുത്. അവിടെ വില്ല് വെച്ച യാഗം നടക്കുന്നുണ്ട്. യാഗത്തിനായി വെണ്ണ വേണം, പാല് വേണം, തൈര് വേണം, നെയ്യ് വേണം, ഈ കാര്യങ്ങളൊക്കെ വേണമെന്ന് മാത്രമേ പറയാവൂ. നല്ലൊരു കച്ചവടം കിട്ടുമെന്ന് മാത്രമേ അവരോട് പറയാവൂ. അവർ പാൽക്കാരാണല്ലോ, പാല് വിറ്റ് ജീവിക്കുന്നവരാണല്ലോ. അപ്പോൾ പാലൊക്കെ ധാരാളം ചിലവാകും എന്നുള്ള കാര്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരോടും നന്ദഗോപരോടായിട്ട് പറഞ്ഞു, വില്ല് വെച്ച യാഗത്തിന് വരണം എന്നൊക്കെ പറഞ്ഞു. നന്ദഗോപർ തൻ്റെ ഭൃത്യന്മാരോടൊക്കെ പറഞ്ഞു, അവർ നാട്ടിലുള്ള പൗരന്മാരോടൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വെണ്ണയും പാലും ഒക്കെ ശേഖരിച്ച് തേരിലൊക്കെ കയറി എങ്ങോട്ട് പോവുകയാണ്? അവിടെ മധുരയിലേക്ക് പോകാൻ നോക്കുകയാണ്. ഈ സമയത്ത് ഗോപസ്ത്രീകൾക്ക് മനസ്സിലായി ഭഗവാൻ പോവുകയാണ് എന്ന് മനസ്സിലായി. ഗോപസ്ത്രീകൾക്ക് വലിയ വിഷമായി. അവർ ഒന്നിച്ചു കൂടിക്കൊണ്ട് സങ്കടം പറയാൻ തുടങ്ങി. ഒന്നിച്ചിരുന്നും കൊണ്ട് പറയുകയാണ്, അയ്യോ കൃഷ്ണൻ പോവുകയാണോ? പോവുകയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ടാവില്ലല്ലോ എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലൊക്കെ വന്നു. ആരാ ഭഗവാനെ കൊണ്ടുപോകാനായിട്ട് വന്നത്? ഒരു ഗോപസ്ത്രീ പറഞ്ഞു, അക്രൂരൻ എന്നാണ് അയാളുടെ പേര് എന്ന് പറഞ്ഞു. നേരെ മറ്റുള്ള ഗോപസ്ത്രീകൾ പറഞ്ഞു, അക്രൂരനാവില്ല, ഒന്നെങ്കിൽ ഒരക്ഷരം കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരക്ഷരം കൂട്ടണം. അക്രൂരൻ എന്നുള്ളത് അങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാലോ ക്രൂരനായി, അല്ലെങ്കിൽ ഒരക്ഷരം കൂട്ടിയാലോ അതിക്രൂരനായി. ഒരിക്കലും അക്രൂരനാവില്ല. നമ്മുടെ കണ്ണനെ ഇവിടുന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിരലും ഒന്നിച്ചുണ്ടായതല്ലേ? ഈ കൈയിൻ്റെ വിരലും കൊണ്ട് പിടിച്ചു വലിച്ചാൽ ഈ കൈയിൻ്റെ വിരലിന് വേദനയാവില്ലേ? ഒരുമിച്ചുണ്ടായതല്ലേ? എങ്ങനെയാണ് ഞങ്ങൾ ഒഴിവാക്കി കൃഷ്ണൻ പോവുക? ഞങ്ങൾക്കെങ്ങനെയാണ് ഭഗവാൻ ഒഴിവായി കൊണ്ട് ഭഗവാൻ ഇല്ലാതെ അവിടെ നിൽക്കുക? ഇങ്ങനെയാണ് ഗോപസ്ത്രീകൾ ചിന്തിച്ചത്. അഹോ വിധാതസ്തമനക്വചിത്തയാ സംയോജ്യ മൈത്രിയാ പ്രണയേന ദേഹിന. പരസ്പരം സ്നേഹത്തോടു കൂടി നിൽക്കുന്നവരെ മാറ്റുക എന്നുള്ളതാണ് വിധി, നിൻ്റെ സ്വഭാവം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ വേറൊരു ഗോപസ്ത്രീ പറഞ്ഞു, അങ്ങനെ ഭഗവാൻ പോവുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ഭഗവാൻ എങ്ങോട്ട് ഖരാവോ ചെയ്യുന്നെ, തേരിൻ്റെ മുമ്പ് പോയിട്ട് കിടക്കുക തന്നെ, പ്ലക്കാർഡൊക്കെ പിടിച്ചും കൊണ്ട് അങ്ങനെ കിടക്കുക തന്നെ, കൃഷ്ണൻ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. നിവാരയാമ സമുപേത്യ മാധവം കിം നോ കരിഷ്യൻ കുലവൃദ്ധ ബാന്ധവ. ഭഗവാൻ എന്താ ചെയ്യാൻ നോക്കാലോ. അപ്പം മറ്റുള്ള ഗോപസ്ത്രീകൾ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണോ ഭഗവാന്റെ ഇഷ്ടം അതാവണം നമ്മുടെ ഇഷ്ടം. ഭഗവാന് സുഖം ഉണ്ടാവുക, അപ്പോഴാണ് നമുക്ക് സുഖം ഉണ്ടാവേണ്ടത്. ഇതാണ് ശരിയായ ഭക്തി എന്ന് പറഞ്ഞാൽ. ഭഗവാൻ എപ്പോഴാണോ സന്തോഷമാവുന്നത് അപ്പം ഭക്തന്മാർക്കും സന്തോഷമാവുക. ആ ഒരു ഭാവമാണ് ഭക്തി. പറയുന്നുണ്ടല്ലോ, തൽ സുഖസുഖിത്വം എന്ന് പറയും. ഭഗവാന് സുഖമാവുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവുക. രാവിലെ നേരത്തെ എഴുന്നേറ്റ് തേവാരമൊക്കെ കഴിച്ച് ഭഗവാന് നിവേദ്യമൊക്കെ കൊടുത്തു എന്ന് കണ്ടാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അങ്ങനെയാണ് വേണ്ടത്. ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്, പൂജയൊക്കെ നടന്നിട്ടുണ്ട്, അവിടെ പുഷ്പങ്ങളൊക്കെ കാണുന്നുണ്ട്. പൂജ കഴിഞ്ഞാലുള്ള തെളിവാണ് പുഷ്പങ്ങളൊക്കെ. എവിടെ ഉണ്ടാവും? മണ്ഡപത്തിലും അവിടെയൊക്കെ ഉണ്ടാവും. ആ ബലിക്കല്ലിൻ്റെ മുകളിലുണ്ടാവും, അതുപോലെ പീഠത്തിൻ്റെ മുകളിൽ പുഷ്പം ഉണ്ടാവും. അപ്പം പൂജ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ഭഗവാന് സന്തോഷമായിട്ടിരിക്കുക എന്ന് കാണുമ്പോൾ നമുക്ക് എന്തുണ്ടാവുക? ഒരു സന്തോഷം ഉണ്ടാവുക. അതാണ് ഭക്തി. അപ്പോൾ ഭഗവാൻ എന്താണോ ഇഷ്ടം
അങ്ങനെ ആവട്ടെ, നമ്മളെന്തിനാ വെറുതെ ഭഗവാനെ തടയാൻ നിൽക്കുന്നു? ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഗോപസ്ത്രീകൾ വിസൃജ്യലജ്ജാം രുരുദുസ്മസുസ്വരം ഗോവിന്ദ ദാമോദര മാധവേദി, ലജ്ജ ഉപേക്ഷിച്ച് അവിടെ വെച്ച് എല്ലാവരും ഭഗവാന്റെ നാമം ഉറക്കി അങ്ങനെ ജപിക്കാൻ തുടങ്ങി. ഭഗവാൻ അക്രൂരനോട് പറഞ്ഞു, നാളെ നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. പോകുന്ന സമയത്ത് ഗോപസ്ത്രീകളൊക്കെ നമ്മളെ യാത്രയാക്കാനായിട്ട് അങ്ങനെ നിൽക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കണ്ടാൽ പിന്നെ ഞാൻ വരണ്ടാവില്ല കേട്ടോ അക്രൂര എന്ന് പറഞ്ഞു. അക്രൂരൻ ശരി വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാനും ബലരാമനും തേരിൽ കയറി. ഭഗവാനും ബലരാമനും തേരിൽ കയറി ഇതാ കൃഷ്ണൻ ഇരിക്കുന്നാന്ന് ഗോപസ്ത്രീകൾ പറഞ്ഞു. അങ്ങോട്ട് ചെന്നു. ഭഗവാൻ ഇന്ന് കാണാൻ നോക്കിയപ്പോഴേക്കും തേരോടിച്ച് അക്രൂരൻ പോവുകയും ചെയ്തു. ഭഗവാന് അവരെയും കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് ഭഗവാനെയും കാണാൻ കഴിഞ്ഞില്ല. രഥേന വായുവേഗേന കാളിന്ദീം അഖനാശിനിയും, വായുവേഗത്തിൽ തേരോടിച്ച് അക്രൂരൻ അങ്ങോട്ട് പോയി. അതാ കൃഷ്ണൻ പോകുന്നതെന്ന് പറഞ്ഞു. പുറത്തേക്ക് പോവുക കഴിഞ്ഞു. അവരാ തേര് നോക്കി നിന്നു കുറച്ച് നേരം. പിന്നെ തേരിൻ്റെ മുകളിൽ കൊടി ഉണ്ടാവും, ആ കൊടി നോക്കി നിന്നു. തേര് പോയ വഴിയിൽ നിന്നൊക്കെ പൊടി ഇങ്ങനെ പറക്കുന്നുണ്ട്, ആ പൊടി ഇങ്ങനെ നോക്കി നിന്നു. അവസാനം താഹ നിരാശ നിവൃത്തു, അവർ നിരാശരായി അവരുടെ ഗൃഹങ്ങളിലേക്കായി തിരിച്ചു പോവുകയും ചെയ്തു. ഭഗവാനെയും കൂട്ടി അക്രൂരൻ ആ യമുനാ നദിയുടെ മുമ്പ് കൊണ്ടുപോയിട്ട് അങ്ങനെ നിർത്തി. ഭഗവാനോട് പറഞ്ഞു, അതെ കൃഷ്ണ ബലരാമ, നിങ്ങൾ രണ്ടുപേരും തേരിലിരിക്കൂട്ടോ, എനിക്ക് ചില സന്ധ്യാവന്തനമൊക്കെ ചെയ്യാനുണ്ട്, തേരിലിരിക്കണേ, ഇറങ്ങിപ്പോകും ചെയ്യരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുത്തി. അക്രൂരൻ തേരിൽ നിന്നിറങ്ങി. എന്നിട്ട് സന്ധ്യാവന്തനമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ഒന്ന് മുങ്ങണമല്ലോ, വെള്ളത്തിൽ അങ്ങോട്ട് മുങ്ങിയ സമയത്ത് രണ്ടുപേരും ഉണ്ട് വെള്ളത്തിൽ. വികൃതിയാണ് എന്ന് കേട്ടിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു വികൃതിയോ, ഇത്രയ്ക്കും വികൃതിയോ? പൊങ്ങി നോക്കിയ സമയത്തോ രണ്ടാൾക്കാർ തേരിൽ തന്നെ ഇരിക്കുന്നുണ്ട്, നനഞ്ഞിട്ടൊന്നുമില്ല. അക്രൂരൻ എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ, ഈ മുങ്ങി നേരെ വെള്ളത്തിനുള്ളിലൂടെ അങ്ങോട്ട് പോയിട്ട് മറുകരയെ പോയിട്ട് പൊങ്ങി ഏതെങ്കിലും നാട്ടിലേക്ക് പോകാമെന്ന് അക്രൂരൻ വിചാരിച്ചത്. കാരണം ഈ രണ്ട് കുട്ടികളെ കൊല്ലാൻ കൊണ്ടുപോകല്ലേ ഞാൻ ചെയ്യുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കംസൻ എന്തായാലും കൊന്നു കഴിഞ്ഞാൽ പ്രതിപട്ടികയിൽ തൻ്റെ പേരും ഉണ്ടാവും ഉറപ്പാണ്. ഒരു 18ാമത്തെ പ്രതിയൊക്കെയായിട്ട് ആരാണ് കൃഷ്ണനെയും ബലരാമനെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ആ ചോദ്യത്തിന് ഉത്തരം ആരാണ് വരിക? അക്രൂരൻ എന്നുള്ള പേരാ വരിക. അങ്ങനെ ഒരു പേര് ദോഷം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് വെള്ളത്തിനുള്ളിലൂടെ അങ്ങോട്ട് പോയി ഏതെങ്കിലും നാട്ടിലേക്ക് പോകാലോ എന്ന് അക്രൂരൻ വിചാരിച്ചത്. പക്ഷേ നേരാണ് മുങ്ങിയ സമയത്ത് രണ്ടുപേരും വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നു. പൊങ്ങി നോക്കിയപ്പോഴോ തേര് തന്നെ ഉണ്ട്, നനഞ്ഞിട്ടൊന്നുമില്ല. അക്രൂരൻ വിചാരിച്ചു തോന്നിയതാവും എന്ന് വിചാരിച്ചു. ഒന്നും കൂടി അങ്ങോട്ട് മുങ്ങിയ സമയത്തല്ലേ, ഒന്നും പറയണ്ട, സഹസ്രശിരസം ദേവം സഹസ്രഫണമൗലിനം പീതാംബരം വിസശ്വേതം ശൃംഗൈശ്വേതമിവ സ്ഥിതം തസ്യോത്സംഗേ ഘനശ്യാമം പീതകൗശേയവാസസം പുരുഷം ചതുർഭുജം ശാന്തം പത്മഗർഭാരുണേക്ഷണം ചാരുപ്രസന്നവദനം ചാരുഹാസനിരീക്ഷണം ശുഭ്രോന്നസം ചാരുകർണം സുഖപോലാരുണാധരം. ആയിരക്കണക്കിന് തലകളോടുകൂടിയ ആ അനന്തനാഗത്തെ എങ്ങനെ കണ്ടു? ശ്രീരംഗത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഉണ്ടല്ലോ അനന്തനാഗം. ആ അനന്തനാഗത്തിൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്ന പത്മനാഭനായി കൊണ്ടിരിക്കുന്ന ഭഗവാൻ എങ്ങനെ കണ്ടു? ശ്രീയാ ബുദ്ധിയാ ഗിരാ കാന്തിയാ, ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും ബുദ്ധിയുടെയും എല്ലാറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന തേജസ്സിൻ്റെയും മുഴുവൻ പ്രതീകമായ ആ ഭഗവാനെ അവിടെ എങ്ങനെ കണ്ടു എന്ന് പറയുകയാണ്. അക്രൂരന് മനസ്സിലായി, കംസനല്ല, ഒരു 10,000 കംസന്മാർ ഒന്നിച്ചു വന്നാലും ഈ ഭഗവാനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേഗം അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നു. ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. മനോഹരമായ തത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 10 അവതാരങ്ങളും പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിക്കുകയാണ്. അതാണ് 40ാമത്തെ അധ്യായത്തിലെ സ്തുതി, അക്രൂരൻ്റെ സ്തുതി. എന്താ അക്രൂരൻ പറയുന്നത്? നതോസ്മ്യഹം ത്വാഖില ഹേതുഹേതും നാരായണം പൂരുഷം ആദ്യമവ്യയം. അഖില ഹേതുഹേതും എന്നാണ് എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ള കാരണം. ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. സൂര്യോദയം നടക്കുന്നുണ്ട്, സൂര്യാസ്തമയം നടക്കുന്നുണ്ട്, ഈ ഭൂമി കറങ്ങിയിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ കാര്യങ്ങളുടെയൊക്കെ പിന്നിലുള്ള കാരണം ആരാണ്? ഒരു കാരണം ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. ഒരു കാരണത്തിൽ നിന്ന് അനവധി കാര്യങ്ങളുണ്ടാവാം. അപ്പം ഈ പ്രപഞ്ചമാകുന്ന വൈവിധ്യങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടിരിക്കുന്നത് ആരാണ്? ആ ശക്തിയുടെ പേരാണ് ഈശ്വരൻ. അങ്ങനെ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ നമ്മളെന്ത് വിളിക്കുന്നു? ബ്രഹ്മം എന്നും ഈശ്വരൻ എന്നും ഭഗവാൻ എന്നും പല പേരുകളിലായിട്ട് പറയുന്നു. അവിടുത്തെ പലരും പല ഭാവത്തിൽ കാണുന്നു. ചിലരങ്ങയെ ശിവനായിട്ട് ആരാധിക്കുന്നു,
ചിലരങ്ങയെ വിഷ്ണുഭാവത്തിൽ കാണുന്നു, ചിലരങ്ങയെ ബ്രഹ്മാവായിട്ട് കാണുന്നു, ചിലരങ്ങയെ ഗണപതിയായി കാണുന്നു. എന്ത് പേര് പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. യഥാദ്രിപ്രഭവാ നദ്യ പർജന്യ പൂരിതാ പ്രഭോ. ഒരു പർവ്വതത്തിൽ നിന്ന് അനവധി നീർച്ചാലുകൾ ഇങ്ങനെ ഉണ്ടാവും. ആ നീർച്ചാലുകൾ പല പല വഴികളിലൂടെയൊക്കെ പോയി അവസാനം എവിടേക്ക് എത്തുന്നു? സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നു. അതേപോലെ ഏത് മാർഗത്തിലൂടെ പോയാലും, ശൈവത്തിലൂടെ പോയാലും വൈഷ്ണവത്തിലൂടെ പോയാലും ഗാണപത്യത്തിലൂടെ പോയാലും ഇതൊക്കെ പല മാർഗങ്ങളാണ്. ഗണപതിയെ പരമമായിട്ട് കാണുന്നവരാണ് ഗാണപത്യന്മാർ, സൂര്യനെ പരമമായി കാണുന്നവരാണ് സൗരന്മാർ, സുബ്രഹ്മണ്യനെ പരമതത്വമായിട്ട് കാണുന്നവരാണ് സ്കാന്ദന്മാർ. ഏത് ഭാവത്തിൽ കണ്ടാലും ശക്തിയെ പരമാത്മാവായി കാണുന്നവരാണ് ശാക്തേയന്മാർ, ശിവനെ പരമതത്വമായി കാണുന്നവരാണ് ശൈവന്മാർ, വിഷ്ണുവിനെ പരമതത്വമായിട്ട് കരുതുന്നവരാണ് വൈഷ്ണവന്മാർ. ഏത് വഴിയിലൂടെ പോയാലും യാതൊരു കുഴപ്പമില്ല. അവസാനം എങ്ങോട്ടാണ് എത്തിച്ചേരുന്നത്? ഭഗവാനെ അങ്ങയിലേക്ക് തന്നെ, ഏകവും അദ്വിതീയവുമായ ആ പരമതത്വത്തിലേക്ക് തന്നെയാണ്, ആ പരബ്രഹ്മത്തിലേക്ക് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേമായിട്ട് സ്തുതിച്ചു. അങ്ങാണ് മത്സ്യമായിട്ട് അവതരിച്ചത്. നമക്കാരണമത്സ്യായ പ്രളയാബ്ധിചരായ ച. അതുപോലെ അകൂപാരായ ബൃഹത്തെ കൂർമ്മമായിട്ട് അവതരിച്ചതാരാണ്? അതും അങ്ങ് തന്നെയാണ്. പറയുന്നില്ലേ, ഒന്നേ ഒന്നേ പോൽ ഒറ്റയ്ക്കു വഞ്ചി വലിച്ചു നാമം. അതായത് ഒറ്റയ്ക്ക് വഞ്ചി വലിച്ചത് മത്സ്യാവതാരം. രണ്ടേ രണ്ടേ പോൽ ആണ്ട കാട കോലു പൊക്കി നാമം കൂർമാവതാരം. മൂന്നേ മൂന്നേ പോൽ മൂക്കത്തു മണ്ണുണ്ട വെച്ചു നാമം ഭഗവാന്റെ വരാഹാവതാരം. മൂക്കത്ത് മണ്ണുണ്ട ഏതാണ്? ഭൂമിദേവിയെ തന്നെ, ഭൂമിയെ തന്നെ തേറ്റയുടെ മുകളിൽ വെച്ചില്ലേ, അതാണ് വരാഹാവതാരം. നാലേ നാലേ പോൽ നാല് കത്തൂണു പിളർന്നു നാമം ഭഗവാന്റെ നരസിംഹാവതാരം. അഞ്ചേ അഞ്ചേ പോൽ തഞ്ചത്തിൽ മുപ്പാരാളന്നു നാമം വാമനാവതാരം. ആറേ ആറേ പോൽ ആറ് ചോര കൊണ്ടു തീർത്തു നാമം സമന്തപഞ്ചകം എന്ന് പേരായൊരു തീർത്ഥത്തെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഉണ്ടാക്കി. അതാണ് പരശുരാമാവതാരം. ഇങ്ങനെ എല്ലാ അവതാരങ്ങളും പറഞ്ഞ് സ്തുതിച്ചു. ഇനി ബുദ്ധനായിട്ട് അവതരിക്കാൻ പോകുന്നതും ആരാണ്? അങ്ങ് തന്നെയാണ്. കൽക്കിയായി അവതരിക്കാൻ പോകുന്നതും ആരാണ്? അങ്ങാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സ്തുതിച്ചു. ഭഗവാൻ ചോദിച്ചു, അക്രൂര എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടുവോ? അക്രൂരൻ പറഞ്ഞു, കൃഷ്ണ അത്ഭുതമല്ലാണ്ട് എന്താ അവിടെ കാണുന്നത്? ഈ ലോകത്തിൽ നടക്കുന്നത് മുഴുവൻ അത്ഭുതമാണ്. അവിടുത്തെയുടെ മഹിമയല്ലേ കാണുന്നത് മുഴുവൻ. വേഗം തേരിലേക്ക് അങ്ങോട്ട് കയറി വളരെ പെട്ടെന്ന് തന്നെ അക്രൂരൻ ഭഗവാനെ മധുരയിലെത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, രണ്ടുപേരും എൻ്റെ ഗൃഹത്തിലേക്ക് വരണം, എൻ്റെ ഗൃഹത്തെ ഒന്ന് പരിശുദ്ധമാക്കണം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഞാൻ വരാം. ആയാസിയെ ഭവതോഗേഹം, ഞാൻ എന്തായാലും വരാം. ആദ്യം അമ്മാവനിന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അമ്മാവനെ കണ്ടതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഭഗവാനും ബലരാമനുണ്ട്, പിന്നെ ശ്രീതാമാവുണ്ട്, സുബല ഉണ്ട്, കുറച്ച് കൂട്ടുകാരുണ്ട് ഭഗവാന്. ആ ഭഗവാന്റെ കൂട്ടുകാരൊക്കെ കൂട്ടുകാരെല്ലാവരെയും കൂട്ടി ഭഗവാൻ മഥുരാനഗരം കാണാനായിട്ട് അങ്ങനെ നടന്നു. ഗംഭീരാണ് മഥുരാനഗരം. ദത്തരശതാം സ്ഫാടിക തുംഗ ഗോപുരദ്വാരാം, വലിയ ഗംഭീരങ്ങളായ ഗോപുരങ്ങളൊക്കെ ഉള്ള ഉത്തുംഗ ഗോപുരങ്ങളൊക്കെ ഉള്ളതായ ആ മഥുരാനഗരം. അനവധി ആളുകൾ ആ മഥുരയിലങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഭഗവാനെ സ്വീകരിക്കാനായിട്ട്. കാരണം 2 ദിവസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കൃഷ്ണ അവിടെ വന്നല്ലോ, എന്തെങ്കിലുമൊക്കെ നടക്കുന്ന അവർക്ക് തോന്നിയിട്ടുണ്ട്. ഭഗവാനെ സ്വീകരിക്കാനായിട്ട് അനവധി ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഭഗവാൻ അവരുടെ ഇടയിലൂടെ അങ്ങനെ നടക്കുകയാണ്. ആ ഗോപുരങ്ങളൊക്കെ കണ്ടും കൊണ്ടങ്ങനെ പോവുകയാണ്. ഭഗവാൻ പോകുന്ന സമയത്തോ ജനങ്ങളൊക്കെ ആ അഭ്യവർഷൻ സൗമനസ്യൈ അക്ഷതൊക്കെ ഭഗവാന്റെ ശിരസിലേക്കൊക്കെ എറിയുന്നുണ്ട്. ഭഗവാൻ ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഭഗവാൻ അങ്ങനെ നടന്നങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ ഒരു രചകൻ വരുന്നു. ഈ രചകൻ്റെ കയ്യിൽ കുറേ വസ്ത്രക്കെട്ടുണ്ട്. ഭഗവാൻ അടുത്തെത്തിയ സമയത്ത് ഈ രചകനോട് ചോദിച്ചു, നിങ്ങൾ വരുന്ന സമയത്ത് വസ്ത്രമൊന്നും കൊണ്ടുവന്നിട്ടില്ല, നിൻ്റെ കയ്യിലുള്ള വസ്ത്രം ഞങ്ങൾക്ക് തരുമോ ചോദിച്ചു. അപ്പം രചകൻ പറഞ്ഞു, ഇതൊന്നും നിങ്ങളെപ്പോലുള്ളവർക്ക് ഭരിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ കാട്ടിൽ നടക്കുന്നവരല്ലേ, പശുക്കളെ മേച്ച് നടക്കുന്നവരല്ലേ, അങ്ങനെയുള്ളവർക്കൊന്നും ഉടുക്കാനുള്ള വസ്ത്രമല്ലത്. രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന വസ്ത്രമാണ്. ഇതുപോലുള്ള വസ്ത്രങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് കെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു. ബദ്നന്തിഘ്നന്തിലും ബന്തി, അടിച്ച് പിടിച്ച് കെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു കൃഷ്ണനോട്. ഭഗവാൻ
ഈ രചകൻ്റെ അടുത്തേക്ക് ഒന്നും കൂടി ചെന്നു. എന്നിട്ട് പറഞ്ഞു, എടോ നിനക്കല്ലേ കംസൻ രാജാവ്, നിങ്ങൾക്കൂ രാജാവൂ കംസനാണെങ്കിലോ ഞങ്ങൾക്കൂ രാജാവൂ ഞങ്ങൾ തന്നെ. നിനക്കല്ലേ കംസൻ രാജാവ്, എനിക്ക് കംസൻ രാജാവൂ എന്നല്ല എന്ന് പറയലും ഇത്തരം ചൊന്നവൻ നൽച്ചെവിചാരത്തു സൽക്കരിച്ചിടിനാനൊന്നുമല്ലേ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ രചകൻ്റെ ചെവിക്കുറ്റിക്ക് നോക്കി ഒന്നങ്ങോട്ട് കൊടുത്തു. അടിക്കുമ്പം ഭഗവാന്റെ കൈകൊണ്ടാണെങ്കിലും അടി കിട്ടിയപ്പോഴോ അത് ഭഗവാന്റെ കൈകൊണ്ടല്ല, നരസിംഹത്തിൻ്റെ കൈകൊണ്ടാണ് അടി കിട്ടിയത്. ഇവൻ്റെ തല 2 കിലോമീറ്റർ ദൂരത്തേക്ക് അങ്ങോട്ട് തെറിച്ചു പോയി. ഇവൻ്റെ കൂടെ വന്ന കൂട്ടുകാരൊക്കെ ഉണ്ട്, വസ്ത്രക്കെട്ടായിട്ടൊക്കെ വന്ന കൂട്ടുകാരാണ്. അവരാ വസ്ത്രക്കെട്ടൊക്കെ ഭഗവാന്റെ കാൽക്കലേക്ക് നിക്ഷേപിച്ച് അവരൊക്കെ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. ഭഗവാൻ ആ വസ്ത്രക്കെട്ടൊക്കെ കൊടുത്തു, കുറച്ച് ഭിക്ഷക്കാർക്കായി കൊടുത്തു, കുറച്ച് അവിടെയുള്ള സാധാരണക്കാർക്കൊക്കെ കൊടുത്തു. എന്താ രാജാവിൻ്റെ വസ്ത്രം ധരിച്ചാൽ ഉറക്കില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അവിടെ നെയ്ത്തുകാരുണ്ട്, നെയ്ത്തുകാരൻ്റെ അടുത്തേക്ക് ചെന്നു. ഇതൊന്ന് നല്ലൊരു ഷർട്ട് പോലെ ആക്കി തരണം എന്ന് പറഞ്ഞു. ഭഗവാൻ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് നെയ്ത് നല്ലൊരു ഷർട്ട് പോലെ ഉണ്ടാക്കി ഭഗവാനും കൂട്ടുകാർക്കുമായിട്ട് അങ്ങോട്ട് കൊടുത്തു. ധാരാളം അനുഗ്രഹങ്ങളൊക്കെ ആ നെയ്ത്തുകാരനായിട്ട് ഭഗവാൻ നൽകി. അത് കഴിഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയ സമയത്താണ് അവിടെ ഒരു മാല കെട്ടുന്ന ഒരാളുണ്ടായിരുന്നു. മാല കെട്ടുന്ന സുദാമാവ് എന്ന അയാളുടെ പേര്. ഒരു മാല തരുമോ ചോദിച്ചു ഭഗവാൻ. സുദാമാവ് പറഞ്ഞു, കൃഷ്ണ അങ്ങേക്കല്ലാതെ വരെ ആർക്കാ മാല തരേണ്ടത്? നിങ്ങൾ രണ്ടുപേരും ലോകത്തിൻ്റെ ജഗത്തിൻ്റെ കാരണങ്ങളാണ്, നിങ്ങൾക്കല്ലാതെ വരെ ആർക്കാ മാല തരേണ്ടത് എന്നൊക്കെ ചോദിച്ച് ശസ്തൈ സുഗന്ധൈ കുസുമൈ മാല വിരചിതാദതൗ നല്ല മാലയൊക്കെ കെട്ടി ഭഗവാനായി അങ്ങോട്ട് ചാർത്തി കൊടുത്തു. അന്നേരം തന്നെ അനുഗ്രഹം കൊടുത്തു ഭഗവാൻ. ശ്രിയം ച അന്വയവർദ്ധിനിയും, എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ, വംശം വർദ്ധിക്കട്ടെ, ബലം ആയുർ യശക്കാന്തിയും, ബലം ഉണ്ടാവട്ടെ, യശസ് ഉണ്ടാവട്ടെ, കാന്തി ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹവും ഭഗവാൻ അന്നേരം തന്നെ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞു ഭഗവാനും കൂട്ടുകാരും ആ വഴിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഒരു സ്ത്രീ ഇങ്ങനെ പതുക്കെ അങ്ങനെ വരുന്നുണ്ട്. വളരെ പതുക്കെയാണ് വരുന്നത്. ഭഗവാൻ അടുത്തെത്തിയപ്പോൾ മനസ്സിലായി അവളുടെ പുറത്ത് വലിയൊരു കൂനുണ്ട്, അതാണ് അവൾക്ക് നടക്കാൻ വയ്യ. തൻ്റെ അടുത്തെത്തിയ സമയത്ത് ഭഗവാൻ തമാശയായിട്ട് ചോദിച്ചു, അല്ല സുന്ദരി, നിൻ്റെ വീട് എവിടെയാ? ഇവിടെ അടുത്താണോ അതോ ദൂരത്താണോ? സുന്ദരിയായൊരു നിന്നൂടെ മന്ദിരം ചൊല്ലൂ നീ ചാരത്തോ ദൂരത്താണോ? അല്ലയോ സുന്ദരി, നിൻ്റെ വീട് ഇവിടെ അടുത്താണോ അതോ ദൂരത്താണോ? അവൾ എന്നേ വരെ ഒരാൾ പോലും സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല. ആരെയും കണ്ടാൽ മാറി നിൽക്കുന്നേ പറയാറുള്ളൂ. കൂനിച്ചി, മാറിപ്പോന്നേ പറയാറുള്ളൂ. ആ സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ ഒരാൾ വന്നിട്ട് തന്നെ സുന്ദരി എന്ന് വിളിക്കുകയാണേ. അവൾക്ക് അത്ഭുതമായി. മരുഭൂമിയിലൊക്കെ ഒരു മഴ പെയ്താലേ അതുപോലുള്ളൊരു സന്തോഷം അവളുടെ മനസ്സിലുണ്ടായി. അവൾ പറയുകയും ചെയ്തു, ആരാ? ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മത ത്രിവക്രനാമാഹ്യനുലേപകർമ്മണി. ഉടനെ അവൾ പറഞ്ഞു സുന്ദര തന്നെ അവളും വിളിച്ചു കൃഷ്ണനെ. രുക്മിണിയല്ല ആദ്യം സുന്ദര എന്ന് വിളിച്ചത്. ആരാ കൃഷ്ണനെ ആദ്യം സുന്ദര എന്ന് വിളിച്ചത്? ഈ ത്രിവക്രയാണ് ആദ്യം സുന്ദര എന്ന് വിളിക്കുന്നത്. ദാസ്യസ്മ്യഹം സുന്ദര കംസസമ്മത, ഞാൻ കംസൻ്റെ ഒരു ഭൃത്യയാണ്. എൻ്റെ ജോലി എന്താണെണെങ്കിൽ കുറിക്കൂട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അതാണ് എൻ്റെ ജോലി. എനിക്ക് നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് പതുക്കെ ചന്ദനമൊക്കെ അരയ്ക്കാൻ വയ്ക്കും. അപ്പോൾ പതുക്കെ അങ്ങനെ ചന്ദനമൊക്കെ അരയ്ക്കും, കളഭൊക്കെ കൂട്ടി അരയ്ക്കും. എന്നിട്ട് ഞാൻ അത് കുറിക്കൂട്ട് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ജോലി. സൈരന്ധ്രി എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു. അപ്പം നീ ആരാണ്? മനസ്സിലായില്ലല്ലോ. കാമദേവൻ തന്നെയാണോ? ഈ വയസ്സിലിടയ്ക്കഞ്ഞോടോതിയില്ലാണൊരുത്തനും അഴകുള്ളോളാണു പെണ്ണേ നീ എന്നങ്ങേ കനന്നിയേ. നേവരെ എന്നെ ഒരാൾ പോലും സുന്ദരി എന്ന് വിളിച്ചില്ല. നീ ആരാ? കാമദേവൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു ഭഗവാനോട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ ആ നിറത്തിനനുസരിച്ച് നല്ലൊരു കുറിക്കൂട്ടൊക്കെ ഉണ്ടാക്കി ഭഗവാൻ അങ്ങോട്ട് തൊടിയിച്ചു കൊടുത്തു. അതുപോലെ ബലരാമൻ്റെ ആ നിറത്തിനൊക്കെ അനുസരിച്ച്, ബലരാമൻ നല്ല വെളുത്തും കൊണ്ടാണ്, മാർബിൾ പോലെയാണ് ബലരാമൻ. ബലരാമൻ്റെ ആ നിറത്തിനനുസരിച്ച് നല്ലൊരു കുറിക്കൂട്ടൊക്കെ ഉണ്ടാക്കി ബലരാമനും അങ്ങോട്ട് തൊടിയിച്ചു കൊടുത്തു. ഭഗവാന് തോന്നി ഈ കുബ്ജയ്ക്ക്, സൈരന്ധ്രിക്ക് മനസ്സിന് വലിയ വളവൊന്നുമില്ല, ശരീരത്തിന് മാത്രമേ വളവുള്ളൂ. മനസ്സിന് വളവുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിച്ചാലും നേരെയാക്കാൻ കഴിയില്ല. ശരീരത്തിന് വളവുണ്ടെങ്കിൽ ഭഗവാൻ വിചാരിച്ചാലൊക്കെ നേരെയാക്കാൻ കഴിയും. പ്രസന്നോ ഭഗവാൻ കുബ്ജ്യാം ത്രിവക്രാം രുചിരാനനാം ഋജ്വീം കർത്തും മനശ്ചക്രേ ദർശയൻ ദർശനേ ഫലം. തന്നെ കണ്ട ആ ഫലം ഈ സൈരന്ധ്രിക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതി ഭഗവാൻ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. എന്നിട്ടോ അവളുടെ താടി പിടിച്ചങ്ങോട്ട് ഉയർത്തി.
താടി പിടിച്ചങ്ങോട്ട് ഉയർത്തിയതോടുകൂടി ഒന്നും പറയണ്ട. സാതദർജു സമാനാംഗി ബൃഹശ്രോണി പയോധര മുകുന്ദ സ്പർശനാൽ സദ്യോ ബഭൂവ പ്രമദോത്തമ. ഭഗവാന്റെ ആ സ്പർശനം കൊണ്ട് തന്നെ സ്ത്രീകളിൽ ഏറ്റവും ഉത്തമയായിട്ട് അങ്ങോട്ട് മാറി, അതിസുന്ദരിയായിട്ട് അങ്ങോട്ട് മാറി. അവരുടെ ആ കൂനൊക്കെ അങ്ങോട്ട് പോയി, നല്ലൊരു കൊടിമരമൊക്കെ ഇല്ലേ അതുപോലെയായിട്ട് അങ്ങോട്ട് മാറി ഈ കുബ്ജ. അത് കഴിഞ്ഞു ഭഗവാൻ നേരെ മുന്നോട്ടങ്ങനെ നടന്നു. അപ്പോൾ ഭഗവാൻ തോളിട്ട മുണ്ടൊരാളിങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആരാണ്? ഈ സൈരന്ധ്രിയാണ്. സൈരന്ധ്രി പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരിക എന്ന് പറഞ്ഞു. ഭഗവാൻ ബലരാമൻ്റെ മുഖത്തേക്ക് നോക്കി. ബലരാമൻ പറഞ്ഞു, എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഓരോ ദിക്കിൽ പോയി നേരെയാക്കാൻ പോയിട്ടല്ലേ, ഇനി അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ നിനക്കാണ്, എൻ്റെ മുഖത്തേക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പറിച്ചു നട്ടു നീ കൃഷ്ണ പടരുന്നൊരു വള്ളിയെ, നിനക്കാണിതിലും ഭാരം പന്തലിട്ടു കൊടുക്കുവാൻ. നീയല്ലേ ആ പറിച്ചു നട്ടത്, വള്ളി പറിച്ചു നട്ടത് നീയാണ്, നീ പന്തലൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നിനക്ക് തന്നെയാണ്, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ബലരാമൻ പോയി. ഭഗവാൻ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് ആ സൈരന്ധ്രിയെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞു ഭഗവാൻ നേരെ ഇങ്ങനെ നടന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ വില്ല് വെച്ച യാഗം കാണുന്നത്. ഭഗവാന് തോന്നി ഇതെന്താ അവിടെ മുഴുവൻ വളഞ്ഞും കൊണ്ട്. മധുരയിൽ നേരത്തെ ഒരു സ്ത്രീയെ കണ്ടു, അതും വളഞ്ഞിട്ട്, ഇപ്പം അതാ പൂജിക്കുന്ന ഭഗവാൻ അതും വളഞ്ഞും കൊണ്ട്. ഇങ്ങനെ ആയാൽ പറ്റുമോ? വളവ് എവിടെ ഉണ്ടോ അതൊക്കെ നേരെയാക്കുക എന്നുള്ളതാണ് തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം തന്നെ. ഭഗവാൻ ആ വില്ലും കൊണ്ട് എടുത്തു. വില്ലെടുത്തപ്പം അവിടെയുള്ള പോലീസുകാരുണ്ട്, എടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എടുത്തു കഴിഞ്ഞു. അത് പൊട്ടിക്കരുത് എന്ന് പറഞ്ഞു, അപ്പോഴത്തേക്ക് പൊട്ടിച്ചു കഴിഞ്ഞു. കംസൻ്റെ ഭൃത്യന്മാർ പോലീസുകാരെല്ലാവരും കൂടി ഭഗവാനെ ആക്രമിക്കാനായി വന്നു. ആക്രമണമൊന്നും ഭഗവാൻ എടുത്ത് നടക്കില്ല. ഭഗവാന്റെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു മുഖത്തടി കിട്ടിയാൽ മറ്റേ മുഖം കാണിക്കുക, അങ്ങനെയൊന്നും ഭഗവാൻ പറയുന്നില്ല എവിടെയും. ആക്രമണമൊന്നും ഭഗവാന് യേശുവൊന്നുമില്ല. ആക്രമിക്കാൻ വന്നാൽ കൃത്യമായി പ്രതിരോധിക്കുന്ന സമ്പ്രദായമാണ് ഭഗവാന്റെ രീതി. ഒരു വടി എന്ത് ചെയ്തു? ഭഗവാൻ നേരെ ഏട്ടൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തു. ഇങ്ങോട്ട് വന്ന സകല ആ ഭൃത്യന്മാരെയും ഭഗവാൻ എന്ത് ചെയ്തു? അടിച്ചു ഓടിച്ചു. നല്ലൊരു ലാത്തി ചാർജ് തന്നെ കിട്ടി. അത് കിട്ടി കംസൻ്റെ അടുത്ത് പോയി പറഞ്ഞു, കൃഷ്ണ അവിടെ വന്നിട്ടേ ഉള്ളൂ, ഒരു 50 ആൾ ആസ്പത്രിയിലാണ്, പലരുടെ എല്ല് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. കംസൻ അന്ന് രാത്രി ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. നാളത്തോടുകൂടി തൻ്റെ കാര്യം തീരുമാനമാവും കംസൻ ഉറപ്പായി. കംസൻ ഓരോരോ ദുസ്വപ്നമൊക്കെ കാണുക, ഓരോ ചാണകക്കുഴിയിലൊക്കെ പോയി വീഴുന്നത് പോലെയൊക്കെ തോന്നുക, എണ്ണ തേച്ച് ചാണകക്കുഴിയിൽ പോയി വീഴുക, അങ്ങനത്തെ ഓരോ ദുസ്വപ്നമൊക്കെ കണ്ടു എന്നാണ്. മരിച്ചുപോയ ആൾക്കാർ വന്ന് വിളിക്കുക, പൂതന, ശകടാസുരൻ, തൃണാവർത്തൻ, ഇവരൊക്കെ വന്ന് കംസൻ അങ്ങനെ വിളിക്കുക, കംസേട്ടാ പോരല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ ഉറപ്പിക്കാനാണ്. മരിച്ചുപോയ ആൾക്കാർ വന്ന് വിളിച്ചാൽ ഉറപ്പിക്കുക, മരിക്കാനായി എന്ന് ഉറപ്പിക്കുക. ഇങ്ങനെ ഓരോരോ ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു കംസൻ. പിറ്റേ ദിവസം രാവിലെ അവിടെ വലിയ സഭയാണ്. ആ സഭയിൽ ധാരാളം ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. മഹർഷിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്, അതുപോലെ വലിയ വലിയ നാട്ടു പ്രമാണിമാരൊക്കെ ഇരിക്കുന്നുണ്ട്, ഋത്തിക്കുകൾ യാഗം നടത്തുന്നവരുണ്ട്. എല്ലാവരും ഇരിക്കുന്ന വലിയ സഭയാണ്. ആ സഭയിലേക്കായി ഭഗവാനും ബലരാമനും അങ്ങനെ കയറി വന്നു. ഭഗവാനും ബലരാമനും അങ്ങനെ കയറി വന്ന സമയത്താണ് വഴിക്കൽ അങ്ങനെ കുവലയാപീഠെന്ന് പേരായ ആനയെ അങ്ങനെ കെട്ടിയിട്ടുണ്ട്. കുപിത കുവലയാപീഠ നാഗാവലീഠം, ഭയങ്കരനായ കുവലയാപീഠം. കുവലയാപീഠത്തിനെ മാറ്റാനായി ആനക്കാരനോട് പറഞ്ഞു. ആനക്കാരൻ ഭഗവാന്റെ നേർക്ക് ഈ ആനയെ അങ്ങോട്ട് ഓടിച്ചു. ഭഗവാനെ കുത്തിയെന്നെല്ലാവരും വിചാരിച്ചു. പക്ഷേ ഭഗവാൻ ഒഴിഞ്ഞു മാറി, പിന്നിലേക്ക് അങ്ങോട്ട് ചെന്നു ആനയുടെ. എന്നിട്ട് ആനയുടെ വാല് പിടിച്ച് പുച്ഛേ പ്രഗൃഹ്യാതിബലം ധനുഷ 25 ഒരു 25 വിൽപ്പാട് ദൂരം പിന്നോട്ടേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആനയ്ക്ക് മനസ്സിലായി തന്നെ പിടിച്ചത് സാധാരണക്കാരനല്ല എന്ന് മനസ്സിലായി. കുറച്ച് നേരം ആനയെ ഒന്ന് കളിപ്പിച്ചു. എന്നിട്ട് മുന്നിൽ പോയിട്ട് അങ്ങോട്ട് നിന്നു ഭഗവാൻ. ആന തൻ്റെ സർവ്വശക്തി എടുത്ത് ഭഗവാനെ അങ്ങോട്ട് കുത്തി. ഭഗവാൻ ഉരുണ്ട് മാറി. ആ കൊമ്പ് മുഴുവൻ ഭൂമിയിൽ അങ്ങോട്ട് പൂണ്ടു. ഭഗവാൻ ആ കൊമ്പ് മുഴുവൻ ഊരി ഇങ്ങോട്ട് എടുത്തു ആനയുടെ അടുത്തുനിന്ന്. എന്നിട്ടോ ആനയുടെ മസ്തകത്തിന് നോക്കി ഒന്നങ്ങോട്ട് കൊടുത്തു. അതോടുകൂടി ആനേൻ്റെ കഥ കഴിഞ്ഞു. ആനക്കാരുടെ തലയ്ക്ക് നോക്കി ഒരൊറ്റ തല്ലങ്ങോട്ട് കൊടുത്തു. വേറൊരു പുരാണത്തിൽ പറയുന്നുണ്ട്, ഈ 2 വിദ്വാന്മാർ അസുരന്മാരാണ് എന്ന് പറയുന്നുണ്ട്. അസുരന്മാരുടെ അവതാരമാണ് ഈ കുവലയാപീഠും അതെ, പാപ്പാനും അതെ. 2 ആളുടെ കഥയും തീർത്തു. അത് കഴിഞ്ഞു. ആ ആനക്കൊമ്പും കയ്യിലെടുത്തും കൊണ്ട് ഭഗവാനും ബലരാമനും ആ സഭയിലേക്ക് അങ്ങനെ വരികയാണ്. ആ വരവ് കണ്ടിട്ട് ഓരോരുത്തർക്കും ഓരോന്നാണ് തോന്നിയത്. അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മുടെ മനസ്സിൽ എന്താണോ ചിന്ത, അങ്ങനെയാണ് നമ്മൾ ആരെ കാണുക? ഈശ്വരനെ കാണുക. നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവമാണ് നമ്മൾ ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ ഈശ്വരനിലും കാണാൻ കഴിയുക. നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഈശ്വരനെ സച്ചിദാനന്ദ സ്വരൂപിയായിട്ട് കാണാൻ കഴിയും. നമ്മുടെ മനസ്സിൽ ആസുരിക ഭാവം ഉണ്ടെങ്കിലോ ഈശ്വരൻ എങ്ങനെയാണ് നമ്മൾ കാണുക? അസുരനായിട്ടാണ് കാണുക.
നമ്മൾ രാക്ഷസ പ്രകൃതിയാണുള്ളതെങ്കിലോ ഈശ്വരനെ നമ്മൾ രാക്ഷസനായിട്ടാണ് കാണുക. അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർക്ക് ശ്രീരാമനെ ലെവലേശം ഇഷ്ടമല്ലല്ലോ. എന്താ കാരണം? ശ്രീരാമനല്ല കേമൻ. ആരാ യോഗ്യൻ? രാവണനാണ് കേമൻ എന്നാണ് പറയുക. രാവണനാ യോഗ്യൻ എന്നാണ്. കാരണം രാവണൻ്റെ സ്വഭാവമുള്ളവർക്ക് ആരോടാണ് ഇഷ്ടം ഉണ്ടാവുക? രാവണനോടാണ് ഇഷ്ടം ഉണ്ടാവുക. രാവണനെ ആവുക ആരായിട്ട് കാണുക? ഈശ്വരനായിട്ട് കാണുക. രാവണനായിട്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല. ഈശ്വരനായി രാവണനെ കാണുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, കണ്ടോളൂ. രാവണനെ പോലെ ആവുകയും ചെയ്യാം. എന്താ കുഴപ്പം? അവനാണ് നശിക്കണേ നശിക്കുക. ആരാ വേണ്ടാന്ന് പറഞ്ഞത്? രാമനാവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, രാവണനാവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യവും മഹർഷിമാർ നൽകിയിട്ടുണ്ട്. നമ്മൾ പണിയെടുക്കുക, എവിടെ വേണമെങ്കിലും എത്താം. രാവണനാവണേ രാവണനാവാം, രാമനാവണമെങ്കിൽ രാമനാവാം. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചാണ് ഈ ആരാധനകളൊക്കെ ഉണ്ടാവുക. അതാ അവിടെ കാണിക്കുന്നത്. ഓരോരുത്തർ ഓരോ തരത്തിൽ കണ്ടു. മല്ലാനാം അശനിർനൃണാം നരവര സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ ഗോപാനാം സ്വജനോസതാം ക്ഷിതിഭുജ്യാം ശാസ്താസ്വപിത്രോ ശിശു മൃത്യുർഭോജപതേർവിരാടവിദുഷാം തത്വം പരം യോഗിനാം വൃഷ്ണീനാം പരദേവതേതി വിദിതോ രംഗം ഗതസാഗ്രജ. മല്ലാനാം അശനി, മല്ലന്മാർക്ക് തോന്നി ഈ വരുന്നത് ഇടിവാളാണ് വരുന്നത് എന്ന് തോന്നി. നൃണാം നരവര, രാജാക്കന്മാർക്ക് തോന്നി ഇദ്ദേഹമാണ് രാജാവ് എന്ന് തോന്നി. സ്ത്രീണാം സ്മരോ മൂർത്തിമാൻ, സ്ത്രീകൾക്ക് തോന്നി ഇദ്ദേഹമാണ് കാമദേവൻ. ഗോപാനാം സ്വജന, ഗോപന്മാർക്ക് തോന്നി ഇദ്ദേഹമാണ് സ്വജനം, നമ്മുടെ ബന്ധുവല്ലേ ഈ വരുന്നത്. ദുഷ്ടരാജാക്കന്മാർക്ക് തോന്നി തങ്ങളെ ശാസിക്കാനായി നിൽക്കുന്നവനാണ് എന്ന് തോന്നി. മൃത്യുർഭോജപതേഹ, കംസന് തോന്നിയത് എന്താണ്? ചൊടലഭദ്രകാളിയാണ് ഈ വരുന്നത് എന്നാണ് തോന്നിയത്. മൃത്യുവാണ് വരുന്നത്, അന്തകനാണ് വരുന്നത് എന്നാണ് തോന്നിയത്. മൃത്യുർഭോജപതേഹ തത്വം പരം യോഗിനാം, യോഗികൾക്ക് തോന്നി ഇദ്ദേഹമാണ് പരമമായ തത്വം. പറയുന്നില്ലേ, കൃഷ്ണാൽ പരം കിമപി തത്വമഹം ന ജാനേ. കൃഷ്ണനേക്കാൾ വലിയൊരു തത്വം ഇല്ല എന്നല്ലേ പറയുക. കൃഷ്ണനാണ് ഏറ്റവും വലിയ തത്വം. ആ പരം തത്വമാണ് ഈ കടന്നു വരുന്നത് എന്ന് ആർക്ക് തോന്നി? അവിടെയുള്ള ആ മഹർഷിമാർക്കൊക്കെ തോന്നി. ഇങ്ങനെ പലർക്കും പലതും തോന്നിപ്പിച്ചും കൊണ്ട് അവിടെ ഉള്ളവർക്കൊക്കെ എന്തെന്നില്ലാത്ത സന്തോഷമായി. അവർ പറയാണ്, ഹം ഹോ ധന്യോ ഹി നന്ദോ നഹി നഹി പശുപാലങ്കന നോ യശോദ നോ നോ ദിവ്യേക്ഷണാസ്മസ്ത്രിജഗതി വയമേവേതി സർവേ ശംസു. ആ നന്ദഗോപരുടെ ഒരു ഭാഗ്യം അല്ല, യശോദയുടെ ഒരു ഭാഗ്യം അല്ല, നമ്മുടെ ഒരു ഭാഗ്യം. നമുക്ക് ആ ഭഗവാനെ കാണാൻ, ഈ ഭഗവാനെ കാണാൻ ഇന്ന് സാധിച്ചുവല്ലോ, നമ്മുടെ ഒരു ഭാഗ്യം. ഇങ്ങനെ എല്ലാവരും അതെ ഭഗവാന്റെ ആ മഹിമ അങ്ങനെ പറഞ്ഞിട്ട് പൂർണ്ണാനന്ദാവിപാപാഹ സരസമഭിജഗു ത്വൽകൃതാനി സ്മൃതാനി. ഭഗവാൻ ചെയ്ത ഓരോരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഭഗവാന്റെ ആ ദർശനത്തെ അവർ ആ മോക്ഷം കിട്ടിയാലുണ്ടാവുന്ന ആ ഒരു അനുഭൂതിയിലേക്ക് അവരുടെ മനസ്സ് എത്തിച്ചേർന്നു എന്ന് പറയുകയാണ്. ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, ഇതാരായി വരുന്നത്? അപ്പം പറഞ്ഞു, മനസ്സിലായില്ലേ, എവിടുത്തെ മരുമകനാണ്, ദേവകിയുടെ മകനാണ്. പൂതന അനേന നീതാന്തം ചക്രവാതശ്ച ദാനവ, പൂതനയെ വധിച്ചത് ഇദ്ദേഹമാണ്. ചക്രവാതശ്ച ദാനവ, തൃണാവർത്തന വധിച്ചത് ഇദ്ദേഹമാണ്. മറ്റതാരാണ്? അയം ജാസ്യ അഗ്രജ ശ്രീമാൻ രാമകമലലോചന, ഇത് ഇദ്ദേഹത്തിൻ്റെ ഏട്ടനായ സാക്ഷാൽ ബലരാമനാണ്. എല്ലാവരും ഭഗവാനെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും ബലരാമനെക്കുറിച്ചും മാത്രം പറയുകയാണ്. അങ്ങനെ ആയ സമയത്ത് അവിടെ ചാണൂരുണ്ട്. ചാണൂരനും മുഷ്ടികനും വലിയ മല്ലന്മാരാണവർ. ആന്ധ്രയെന്ന് പോയ മല്ലന്മാരാണെന്നാണ് പറയുക. സഹസ്രനാമത്ത് കാണാം, ചാണൂര് ആന്ധ്രനിഷൂതക എന്ന് കാണാം. ആന്ധ്രയെന്ന് പോയ മല്ലന്മാരാണ് ചാണൂരനും മുഷ്ടികനും. ഈ മല്ലയുദ്ധം, ഗുസ്തി, ഇതൊക്കെ ഭാരതത്തിലുണ്ടായ ഓരോരോ കലാരൂപങ്ങളാണ്. അതാണ് ആ ഗുസ്തിയുടെയൊക്കെ ഓരോ സമ്പ്രദായത്തിൽ തന്നെ ഭീമസേനി, ജരാസന്ധി എന്നൊക്കെയുള്ള പേര് കാണാൻ കഴിയും. ജരാസന്ധൻ്റെ സമ്പ്രദായത്തിലുള്ള ഗുസ്തി, ഭീമസേനൻ്റെ രീതിയിൽ നിന്നുണ്ടായ ഗുസ്തി, ഇതൊക്കെ ഭാരതത്തിലുണ്ടായ ഓരോരോ കലാരൂപങ്ങളാണ്. ഈ മല്ലന്മാരാണ് അവിടെ എത്തിയത്. അവർ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ, നമ്മൾ തമ്മിലൊന്ന് യുദ്ധം ചെയ്യണം, ഞാനും നീയും തമ്മിലൊരു യുദ്ധം നടത്തണം. നിൻ്റെ ഏട്ടനും മുഷ്ടികനും തമ്മിലൊരു യുദ്ധം, മല്ലയുദ്ധം നല്ല ഇഷ്ടമാണ് രാജാവിന്. രാജാവിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമല്ലേ. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഇത് ശരിയാണോ? നിങ്ങളൊക്കെ വലിയ ആൾക്കാർ, ഞങ്ങളോ ചെറിയ കുട്ടികൾ, നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയുള്ള കാര്യമല്ല. നിങ്ങൾ വലിയ ആന, ഞങ്ങളോ ചെറിയ കുഴിയാനകളാണ്. ഞങ്ങളൊക്കെ നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് ശരിയാണോ ചോദിച്ചു. അന്നേരം ചാണൂരൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ കേമന്മാരാണ്, സംശയമൊന്നുമില്ല. നീയല്ലേ ആ കുവലയാപീഠത്തിനെ നിഷ്പ്രയാസം നശിപ്പിച്ചത്, തോൽപ്പിച്ചത്.
ആനയെ യുദ്ധം പഠിച്ച ആനയാണ്, ആ ആനയെ തന്നെ തോൽപ്പിച്ചില്ലേ നീ, അപ്പം നീ ചില്ലറക്കാരനൊന്നല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചാണൂരൻ ഭഗവാന്റെ മേലേക്ക് അങ്ങോട്ട് മറഞ്ഞു വീണു. മുഷ്ടികൻ ചാണൂരൻ കൃഷ്ണൻ്റെ ദേഹത്തേക്ക് അങ്ങോട്ട് മറഞ്ഞു വീണു. മുഷ്ടികൻ ബലരാമൻ്റെ മേലേക്ക് അങ്ങോട്ട് വീണു. പിന്നെ അവിടെ വെച്ച് ഗംഭീര യുദ്ധം തന്നെ. അരത്നീദ്വേ അരത്നീഭ്യാം ജാനുഭ്യാം ജൈവ ജാനുനി ശിരശീർഷ്ണോരസോരസ്ഥൗ അന്യോന്യം അഭിജഘ്നതു. തലയ്ക്ക് തല കൊണ്ടും കൈക്ക് കൈ കൊണ്ടും നെഞ്ചിന് നെഞ്ചുകൊണ്ടും കാൽമുട്ടിന് കാൽമുട്ടുകൊണ്ടും തടഞ്ഞു വെച്ചും കൊണ്ടുള്ള ഗംഭീര യുദ്ധം തന്നെ. കുറച്ചങ്ങനെ കഴിഞ്ഞു. ചാണൂരൻ ഭഗവാന്റെ പുറത്ത് നോക്കി നല്ലൊരു ഇടി അങ്ങോട്ട് കൊടുത്തു. ചാണൂരൻ വിചാരിച്ചത് കൃഷ്ണൻ തീർന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭഗവാനുണ്ടോ ഒരു വേദന, ഒരു പ്രയാസം. ഒരു ആനയുടെ മസ്തകത്തിൻ്റെ മുകളിലേക്ക് ഒരു മാലേനെ കൊണ്ടൊക്കെ അടിച്ചാൽ എന്തേ ഉണ്ടാവുമോ? ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുപോലുള്ള അവസ്ഥയെ ഭഗവാൻ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമതും അടിക്കാനായി ചാണൂരൻ വന്നു. ആ വന്ന ചാണൂരനെ ഭഗവാൻ എടുത്തങ്ങോട്ട് ഉയർത്തി. മരിക്കാനാകുമ്പം തന്നെ നല്ല കർമ്മം ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പ്രദക്ഷിണം അങ്ങനെ ചെയ്യിപ്പിച്ചു. അയാൾ ചെയ്തൊന്നുമില്ല, ഭഗവാൻ അങ്ങോട്ട് എടുത്ത് പ്രദക്ഷിണം ചെയ്യിപ്പിച്ചു. ഭൂപൃഷ്ഠേ ബോധയാമാസ തരസാക്ഷീണ ജീവിതം. ഭൂമിയിലേക്ക് ഒരേറങ്ങോട്ട് കൊടുത്തു. ഒരു ചാണൂരൻ 22 കഷ്ണമായിട്ട് അങ്ങോട്ട് തെറിച്ചു പോയി. അതുപോലെ ബലരാമൻ മുഷ്ടികനെയും വധിച്ചു. പിന്നെ ശലൻ, തോശലകൻ എന്നൊക്കെ പേരായ കുറച്ച് ആൾക്കാർ വന്നു. അവരൊക്കെ വാമഹസ്തേന മാരിഷ, ഇടത്തെ കൈകൊണ്ട് അടിച്ച് ഓടിച്ചു. സകല ആൾക്കാരെയും പറഞ്ഞയച്ചു, തോൽപ്പിച്ചു വിട്ടു. അവസാനം കംസൻ അവിടുന്ന് വലിയ വലിയ ആജ്ഞകളൊക്കെ പുറപ്പെടുവിക്കാൻ തുടങ്ങി. കൃഷ്ണനെ പിടിച്ച് പുറത്താക്കൂന്നാണ് കാര്യമായിട്ട് പറഞ്ഞത്. കൃഷ്ണൻ എങ്ങനെയാണ് പിടിച്ച് പുറത്താക്കുക? മേൽപ്പത്തൂർ പറയുന്നുണ്ട്, കംസ സംവാര്യ തുര്യൻ ഖലമതിരവിതൻ കാര്യമാര്യാൻ പിതൃംസ്ഥാൻ ആഹന്തം വ്യാപ്തമൂർത്തേ തവച സമശിഷദൂരമുത്സാരണായ. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ എങ്ങോട്ടാണ് പിടിച്ച് പുറത്താക്കുക? പന്നെ വേണേ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാം. കാരണം ഞാൻ ഈ ഹാളിൻ്റെ ഉള്ളിൽ മുഴുവൻ ഉണ്ടാവും, ഇവിടെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. വേണേ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കാം. എന്നാൽ ഭഗവാനെ പിടിച്ച് പുറത്താക്കാൻ കഴിയുമോ? എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന തത്വമാണ്. വായുവിനെ പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? വായുവിനെ പുറത്താക്കുക എങ്ങനെയാണ്? അതുപോലെയാണ് ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്ങോട്ട് മാറ്റാനാണ്? ഭഗവാൻ ഒരു ചാട്ടത്തിന് ആ കംസൻ്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വന്നു. കംസൻ വാളും പരിചയമൊക്കെ എടുത്ത് യുദ്ധത്തിനായി വന്നു. ആ വന്ന കംസനെ ഒന്നായിട്ട് ഇങ്ങോട്ട് എടുത്തു. ഭഗവാൻ മുറ്റത്തേക്ക് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. കംസൻ മലന്നങ്ങോട്ട് വീഴാണ്. അപ്പം അതൊക്കെ അങ്ങനെ എഴുന്നേക്കാൻ നോക്കിയ സമയത്ത് ഭഗവാൻ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങോട്ട് വന്നു. കംസൻ്റെ മുകളിൽ വന്നങ്ങോട്ട് ഇരുന്നു എന്നാണ് പറഞ്ഞത്. തദരീശ ചക്രായുധമഗ്രതോയത തദേവ രൂപം ദുരവാപമാപ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ ഭഗവാനെ ഭയത്തോടു കൂടിയിട്ടാണല്ലോ കംസൻ വിചാരിച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ഫലമായി മരിക്കുന്ന സമയത്തും ഭഗവാനെ തന്നെ കണ്ടും കൊണ്ട് മരിക്കാനായി കഴിഞ്ഞു. അങ്ങനെയായാലും മതി, ഭയത്തോടു കൂടി വിചാരിച്ചാലും മതി. തദേവ രൂപം ദുരവാപമാപ. ആ ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് തന്നെ കംസനും ലയിച്ചു എന്ന് പറയുകയാണ്. കംസൻ്റെ ഭാര്യമാരൊക്കെ ഓടി വന്നു. അസ്ഥി പ്രാപ്തി അവരാണ് ഓടി വന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ പണ്ടേ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ചെയ്താൽ ഇതുപോലെയാണ് അവസാനം ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ. ഭൂതദൃക് കോലഭേദശം. ലോകത്തെ ദ്രോഹിക്കുന്നവർക്ക്, ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നവർക്ക് ഇങ്ങനെയൊക്കെയാണ് അവസാനം ഉണ്ടാവുക, നാശം ഉണ്ടാവും. അതൊക്കെ അവർ പറഞ്ഞ് കരഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അമ്മായിമാരെ നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട, നിങ്ങളുടെ സംരക്ഷണമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അവരെ. അത് കഴിഞ്ഞു ഭഗവാൻ ജയിലിൻ്റെ വാതിലും കണ്ട് തുറന്നു. അച്ഛനെയും അമ്മേനെയൊക്കെ ജയിലിട്ടതാണല്ലോ, ദേവകിയെയും വസുദേവരെയൊക്കെ ജയിലിലടച്ചതാണ്. ജയിലിൻ്റെ വാതിൽ തുറന്നു, അവരെ മോചിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ കളികളൊന്നും, കുട്ടിക്കാലത്തുള്ള കളികളൊന്നും കാണാൻ കഴിഞ്ഞില്ല, ഞങ്ങൾക്കോ നിങ്ങളുടെ ആ വാത്സല്യം അനുഭവിക്കാനും കഴിഞ്ഞില്ല. ഇനി അങ്ങനെയുള്ള വിഷമമൊന്നും ഉണ്ടാവേണ്ടി വരില്ല. അച്ഛനെ അമ്മയെയും നോക്കാത്തവർക്ക്, അതുപോലെ ഗുരുനാഥനെ ബഹുമാനിക്കാത്തവർക്ക്, സ്വന്തം ഭാര്യയെ നോക്കാത്തവർക്ക്, ഇവർക്കൊക്കെ അവസാനം സ്വമാംസം ഘാതയന്തിച്ചാന, സ്വന്തം മാംസം മുറിച്ച് കഴിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല, ഇനി എല്ലാ കാലത്തും നമ്മൾ ഒരുമിച്ചുണ്ടാവും എന്നൊക്കെ പറഞ്ഞു സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞു. അപ്പം മധുരയിൽ നാഥനില്ല, ഒരു രാജാവില്ല. അപ്പം രാജാവ് വേണം. ശരിക്ക് ഈ മധുരയുടെ സമ്പ്രദായം, യാദവന്മാരുടെ സമ്പ്രദായം എങ്ങനെയാണെങ്കിൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുക ചെയ്യുക, പാരമ്പര്യക്രമത്തിലല്ല. കഴിവുള്ള, യോഗ്യതയുള്ള, ആ ശക്തിയും ബുദ്ധിയും മിടുക്കുമൊക്കെ ഉള്ള ആൾക്കാരെന്ത് ചെയ്യുന്നു? തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലാണ് മധുരയുടെ ആ ഭരണ സമ്പ്രദായം പോയിരുന്നത്. ഗണങ്ങൾ എന്നാണ് അങ്ങനെയുള്ള സമ്പ്രദായത്തെ പറയുക.
പ്രാചീന ഭാരതത്തിൽ കുറേ ഗണസമ്പ്രദായമുണ്ട്, അനവധി ഗണങ്ങളുണ്ട്. വെറും രാജ്യാധികാരം 2 തരത്തിൽ നമ്മുടെ പ്രാചീന ഭാരതത്തിലുണ്ടായിരുന്നു. ഒന്ന് ഗണസമ്പ്രദായത്തിലുണ്ടായിരുന്നു, അതുപോലെ പാരമ്പര്യം, അച്ഛൻ അയാളുടെ മകൻ അങ്ങനെയുള്ള സമ്പ്രദായത്തിലുള്ള രീതി ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ജനാധിപത്യ രീതിയൊക്കെ ആദ്യം ഉണ്ടായത് നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്. ഈ റിപ്പബ്ലിക് എന്നുള്ള സമ്പ്രദായമൊക്കെ ഉണ്ടായത് ഗ്രീസിലൊന്നുമല്ല, ഇതൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടായത്. ശ്രീകൃഷ്ണൻ്റെ മധുര അത് ജനാധിപത്യ രീതിയാണ്. അതുപോലെ ശൈബ്യന്മാർ അവർ ജനാധിപത്യ സമ്പ്രദായത്തിലാണ്. അതുപോലെ ഈ അനവധി മല്ല ജനപദം അത് ജനാധിപത്യ സമ്പ്രദായത്തിലാണ്. അനവധി സമ്പ്രദായങ്ങളുണ്ട് പല ദിക്കിലും. മഗധയിലുള്ള സമ്പ്രദായം, അവിടെയൊക്കെ ജനാധിപത്യ രീതി കാണാൻ കഴിയും. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ തന്നെ പഠിച്ചതാണ്. കൃഷ്ണൻ്റെ യാദവന്മാർ ജനാധിപത്യ സമ്പ്രദായത്തിലാണ്. ഇതൊക്കെ നമ്മൾ തന്നെ ഗണങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഈ പ്രാചീന ഭാരതത്തിലെ. അതിലൊരു സമ്പ്രദായമാണ് ഈ യാദവന്മാരും. അപ്പോൾ ഭഗവാനെ വേണേൽ രാജാവുകയൊക്കെ ചെയ്യാം. ഭഗവാൻ അധികാരത്തിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. ഭഗവാൻ ഉഗ്രസേനുണ്ട് അവിടെ, കംസൻ്റെ അച്ഛനാണ്. ഉഗ്രസേനോട് ചോദിച്ചു, അങ്ങേക്ക് രാജാവണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ഉഗ്രസേനൻ പറഞ്ഞു, ആഗ്രഹമില്ലായൊന്നുമില്ല എന്ന് പറഞ്ഞു. ആഗ്രഹമില്ലായൊന്നുമില്ല എന്ന് പറഞ്ഞത് അർത്ഥം ആഗ്രഹമുണ്ട് തന്നെ. ഉഗ്രസേനനെ രാജാവാക്കി നിയമിച്ചു. പിന്നെ ആരെയാ വേണ്ടത്? നല്ലൊരു സൈന്യാധിപനും വേണമല്ലോ. ആരെയാ സൈന്യാധിപനാക്കേണ്ടത് നോക്കി. അപ്പോൾ നോക്കിയ സമയത്ത് സാത്യയി എന്ന് പേരായൊരു യാദവനുണ്ട്. അദ്ദേഹത്തെ സൈന്യാധിപനാക്കി നിശ്ചയിച്ചു. ഉദ്ധവരെ പ്രധാനമന്ത്രിയാക്കി നിശ്ചയിച്ചു. മധുരയിൽ നല്ലൊരു ഭരണം ഭഗവാൻ നടത്താൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു ഭഗവാൻ. അത് കഴിഞ്ഞു. ഇപ്പോഴാണ് നന്ദഗോപർക്ക് മനസ്സിലായത് താൻ ഇത്രയും കാലം നോക്കിക്കൊണ്ട് നടന്നത് തൻ്റെ കുട്ടിയെ അല്ല, ആരുടെ മകനെയാണ്? വസുദേവരുടെ മകനെയാണ് എന്നുള്ള കാര്യം മനസ്സിലായത്. നന്ദഗോപർക്ക് വലിയ വിഷമായി. ഭഗവാൻ നല്ല നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. കൃഷ്ണഗാഥയിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. എന്നമ്മ തന്നോടു ചൊല്ലേണമങ്ങു പോയി എന്നെ മാറക്കൊല്ലേ എന്നിങ്ങനെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നെ മറക്കരുത് എന്ന് നിങ്ങൾ അവിടെ പോയാൽ അമ്മേനോട് പറയണം. ആറ്റിയിലും തീയിലും വീഴാതെ കണ്ടെന്നെ പോറ്റി വളർത്തതു നിങ്ങളല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിലോ ഞാൻ ഏതെങ്കിലും ആറിലോ, അല്ലെങ്കിൽ ആറ് എന്ന് പറഞ്ഞാൽ പുഴയിലോ തീയിലോ വീണ് മരിക്കേണ്ടതായിരുന്നു. അങ്ങനെയൊന്നും വരാതെ നിങ്ങളല്ലേ എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. നിങ്ങൾ മറന്നുപോയാലും അങ്ങനെയുള്ള ഞാൻ എന്നെ മറന്നാലും നിങ്ങളെ എങ്ങും മറക്കയില്ലേ. ഞാൻ എന്നെ മറന്നു പോയാൽ പോലും നിങ്ങൾ 2 പേരെയും ഒരിക്കലും മറക്കില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ആ ഭഗവാന്റെ ഒരു ഭാവം ആലോചിച്ച് നോക്കൂ. പിള്ളേരെ നുള്ളി ഞാൻ എന്നതു കൊണ്ടിട്ടു പീലി കൊണ്ടെന്നെ ആടിച്ചാളമ്മ. കേണു കൊണ്ടങ്ങു വാഴക്കായി പോയിട്ടു ഊണിഞ്ഞു വാരാതെ നിന്ന നേരം തിണ്ണമായി അങ്ങൂ നീ നൽകിയ കണ്ടിക്കഞ്ചേല മാറക്കൊല്ലാതെ. ഭഗവാൻ പറയാണ്, പണ്ടുണ്ടായൊരു സംഭവം പറയാണ്. അന്ന് ഭഗവാന്റെ കൂട്ടുകാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വൃന്ദാവനത്തിലെ. കൂട്ടുകാരൊക്കെ കൂടി കളിച്ച് അന്ന് രാത്രി എല്ലാവരും ഒരു ദിക്കിൽ തന്നെ താമസിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ കൗപീനാണല്ലോ പഴയ കാലത്ത് ഉണ്ടാവുക. ഭഗവാൻ എന്ത് ചെയ്തു എന്നാണെങ്കിൽ രാത്രി ഈ കൗപീനം മുഴുവൻ കൂട്ടിക്കെട്ടി. എന്നിട്ട് അവസാനത്തെ കുട്ടിക്ക് ഒരു നുള്ളങ്ങോട്ട് കൊടുത്തു. ഇവരെല്ലാവരും കൂടി അങ്ങോട്ട് എഴുന്നേൽക്കാൻ തുടങ്ങി, ഒന്നിച്ചങ്ങോട്ട് കരയാൻ തുടങ്ങി. ഇങ്ങനെ കരച്ചിലായ സമയത്ത് ഭഗവാനാണിത് ചെയ്തതെന്ന് യശോദയ്ക്ക് മനസ്സിലായി. യശോദ എന്ത് ചെയ്തു? വടികൊണ്ടൊന്നും അടിച്ചില്ല, പീലി കൊണ്ടെന്നെ അടിച്ചാളമ്മ. മയിൽപ്പീലിനെ കൊണ്ടടിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഭഗവാൻ ഊണിന് പോലും വരാതെ അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയ സമയത്ത് ഭഗവാന് കുറച്ച് ചേല കൊടുത്തിട്ടുണ്ട് അതിന് പ്രതിവിധിയായിട്ട്. ഇന്ന ചേല വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ ചേല വാങ്ങി ആ വസ്ത്രമൊക്കെ വാങ്ങി ഭഗവാൻ അത് ഉടുക്കാതെ എന്ത് ചെയ്തു? അവിടെ പെട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടേക്ക് വരും, ആ ചേല അവിടെ ഉണ്ടാവണം, പാവകളുണ്ട് എൻ്റെ, ആ പാവകളെന്നും നശിപ്പിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാൻ നന്ദഗോപരെ പറഞ്ഞയച്ചു. നന്ദഗോപർ ചോദിച്ചു, യശോദയോട് പറയണമെന്ന് പറഞ്ഞല്ലോ, ഞാനെന്താ ചെയ്യുക കൃഷ്ണ ചോദിച്ചു. ഭഗവാനൊന്നും പറഞ്ഞതുമില്ല. നന്ദഗോപർ കൃഷ്ണനെ വിചാരിച്ച് ഗോകുലത്തിലേക്ക് തിരിച്ചുപോയി. അപ്പം ഭഗവാന്റെ വിദ്യാഭ്യാസം ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പം വിദ്യാഭ്യാസം വേണമല്ലോ. വിദ്യാഭ്യാസത്തിനായി സാന്ദീപനിയുടെ ആശ്രമത്തിലേക്കായി ഭഗവാനെ പറഞ്ഞയച്ചു. അവിടെ വെച്ച് വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപവേദങ്ങളും ഒക്കെ ഭഗവാൻ മനസ്സിലാക്കി. ഭഗവാൻ മനസ്സിലാക്കി എന്നൊന്നും പറയാൻ കഴിയില്ല, ഭഗവാൻ തന്നെയാണ് ഇതൊക്കെ. വിദ്യ എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാനാണ്. പിന്നെ ഒരു രസമായിട്ട് തമാശയായിട്ട് 64 ദിവസം കൊണ്ട് 64 കലകളും ഭഗവാൻ പഠിച്ചു.
64 കലകളുടെ പേര് പഠിക്കാൻ 64 ദിവസം കൊണ്ട് കഴിയില്ല നമുക്ക്. എനിക്ക് കഴിയില്ല, ഏതായാലും നിങ്ങൾക്ക് കഴിയുമോ എന്നറിയില്ല. 64 കലകളുടെ പേര് പഠിക്കാൻ 64 ദിവസം മതിയാവില്ല. നൃത്തം, വാദ്യം, ഗീതം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് 64 കലകളും. ആദ്യത്തെ 2-3 കലകളുടെ പേരൊക്കെ നമുക്കറിയാം. ചില കലകളുടെ പേരൊന്നും പഠിക്കാൻ കഴിയില്ല. അക്ഷരമുഷ്ടികാഘടനം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കലാരൂപങ്ങളുണ്ട്. അക്ഷരമുഷ്ടികാഘടനം എന്ന് പറഞ്ഞാൽ അക്ഷര ശ്ലോകം തന്നെയാണ്. അതൊക്കെ 64 കലകളിൽ പെടും. സമസ്യാപൂരണം, വാസ്തുവിദ്യ, ഇങ്ങനെയുള്ള എല്ലാ കലകളും, ഇപ്പം മുടി ചീകിക്കെട്ടുന്നത് പോലും 64 കലകളിൽ പെടുന്നുണ്ട്. ഇതൊക്കെ ഉജ്ജയിനിയിലെ സാന്ദീപനിയുടെ ആശ്രമത്തിൽ ഇന്നുണ്ട്. സാന്ദീപനിയുടെ ആശ്രമം ഉജ്ജയിനിയിലാണ്. അവിടെ ഈ 64 കലകളും ഒരു മ്യൂസിയത്തിൽ അവിടെ കൊത്തി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് കൊത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കലാരൂപങ്ങളൊക്കെ ഭഗവാൻ പഠിച്ചു എന്ന് പറയാണ്. അത് കഴിഞ്ഞ് ഗുരുനാഥനോട് ചോദിച്ചു, എന്താ ഗുരുദക്ഷിണയായിട്ട് വേണ്ടത് ചോദിച്ചു. സാന്ദീപനി പറഞ്ഞു, ഭഗവാനെ എന്തിനാ നീ ഗുരുദക്ഷിണ? അങ്ങേപ്പോലുള്ള ഒരാളെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലേ, ഇതിലും വലിയൊരു ഭാഗ്യം വേറെ എന്താ ഉള്ളത് ചോദിച്ചു. അന്നേരം ഭഗവാൻ സാന്ദീപനി ഒന്നും പറയുന്നില്ല. ഗുരുപത്നിയോട് ചോദിച്ചു, എന്തെങ്കിലും മോഹമുണ്ടോ ചോദിച്ചു. ഗുരുപത്നിക്ക് അറിയാം ഈ ചോദിക്കുന്ന ആൾ സാധാരണക്കാരനല്ല എന്നറിയാം, എന്തും കൊടുക്കാൻ കഴിയുന്ന സർവേശ്വരനാണ് എന്നറിയാം. ഗുരുപത്നി പറഞ്ഞു, എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ പ്രഭാസത്തിലെ സമുദ്രതീരത്തിൽ വീണ് മരിച്ചു പോവുകയുണ്ടായത്. ആ മരിച്ചു പോയ മകനെ അങ്ങ് തരികയാണെങ്കിൽ സന്തോഷമായി എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, വൈകുന്നേരത്തേക്കുള്ള കഞ്ഞിയും പയറുമൊക്കെ ഉണ്ടാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. നേരെ ആ സമുദ്രതീരത്തേക്ക് അങ്ങോട്ട് ചെന്നു. വരുണനോട് ചോദിച്ചു, എൻ്റെ ഗുരുനാഥൻ്റെ മകൻ ഇവിടെ ഉണ്ടോ ചോദിച്ചു. വരുണൻ പറഞ്ഞു, അങ്ങയുടെ ഗുരുനാഥൻ്റെ മകൻ ഇവിടെ ഇല്ലല്ലോ, അവിടെ ഒരു ശംഖുണ്ട്, ആ ശംഖിൻ്റെ ഇടയിലെങ്ങാനുണ്ടോ നോക്കൂ എന്ന് പറഞ്ഞു. പഞ്ചജനൻ പേരായ ഒരു അസുരനുണ്ട് അവിടെ. അവനെ ഭഗവാൻ വധിച്ചു. അവനിൽ നിന്നുണ്ടായ ഒരു ശംഖുണ്ട് അവിടെ. ആ ശംഖൊക്കെ കമിഴ്ത്തിയിട്ട് നോക്കി ഭഗവാൻ, അത് മലത്തിട്ട് നോക്കി, അതിനിടയിലെങ്ങാനും പെട്ടുപോയിണ്ടോ എന്നൊക്കെ നോക്കി. അവിടെ ഒന്നും കാണുന്നില്ല. ആ ശംഖും വിളിച്ചും കൊണ്ട്, ആ ശംഖാണ് പാഞ്ചജന്യം, ആ ശംഖും വിളിച്ചും കൊണ്ട് ഭഗവാൻ നേരെ അന്തകൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. അന്തകൻ ഭഗവാനെ കണ്ട സമയത്ത് ചോദിച്ചു, ലീലാമനുഷ്യ ഹേ വിഷ്ണോ യുവയോ കരവാമകിം. ലീലാമനുഷ്യനായ വിഷ്ണോ, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഭഗവാൻ ചോദിച്ചു, എൻ്റെ ഗുരുനാഥൻ്റെ മകൻ്റെ അവിടെ. അന്തകൻ പറഞ്ഞു, ഒരു 5-6 മാസം കൂടി കഴിഞ്ഞാലേ തരാൻ പറ്റുള്ളൂ, കുറച്ചും കൂടി പാപം അനുഭവിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇപ്പം അവിടെ കൊണ്ടുവയ്ക്കണം എന്ന് പറഞ്ഞു. അന്തകൻ പേടിച്ച് ഉറച്ചു പോയി. വേഗം ആ കുട്ടിയെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെച്ചു. എന്താ പറഞ്ഞതിനർത്ഥം? മരണം പോലും ഭഗവാനെ ഭയപ്പെട്ടിട്ടാണ് സഞ്ചരിക്കുന്നത്. അന്തകൻ പോലും ഭഗവാനെ ഭയപ്പെട്ടിട്ടാണ് നടക്കുന്നത്. നാരായണീയത്തിൽ പറയുന്നില്ലേ, യൽഭീത്യോ ദേതി സൂര്യോ ദഹതി ച ദഹനോ വാതിവായുസ്തധാന്യേ യദ്ഭീതാ പത്മജാത്യാഃ പുനരുചിതബലീനാഹരന്തേനുകാലം യേനൈവാരോപിതാ പ്രാങ്നിച പദമപി തേ ച്യാവിതാരാശ്ച പശ്ചാൽ തസ്മൈ വിശ്വം നിയന്ത്രേ വയമപി ഭവതേ കൃഷ്ണകുർമ്മ പ്രണാമം. ഏതൊരു ഭഗവാനെ ഭയപ്പെട്ടിട്ടാണോ സൂര്യൻ ഉദിക്കുന്നത്, ഏതൊരു ഭഗവാനെ ഭയപ്പെട്ടിട്ടാണോ കാറ്റ് വീശുന്നത്, ഏതൊരു ഭഗവാനെ ഭയപ്പെട്ടിട്ടാണോ ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കുന്നത്, ഏതൊരു ഭഗവാനെ ഭയപ്പെട്ടിട്ടാണോ അന്തകൻ പോലും മൃത്യു പോലും പ്രവർത്തിക്കുന്നത്. വേദങ്ങളിലും കാണാം, മൃത്യുർധാവതി പഞ്ചമ, മരണം പോലും ആ ഈശ്വരനെ ഭയപ്പെട്ടിട്ടാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടിട്ട് അന്തകൻ പോലും പേടിച്ചു പോയി എന്ന് പറയാണ്. ആ കുട്ടിയെ വേഗം കൊടുത്തു. ഭഗവാൻ കുട്ടിയെയും കൂട്ടി നേരെ, ഗുരുപുത്രനെയും കൂട്ടി നേരെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് വന്നു. ഗുരുനാഥൻ്റെ മുമ്പിൽ അങ്ങനെ കാഴ്ച വെച്ചു. ഗുരുനാഥൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഛന്ദാംസ്യയാതയാമാനി ഭവന്തിഹ പരത്രച. ഞാൻ പഠിപ്പിച്ച എല്ലാ ഛന്ദസ്സുകളും നിനക്ക് അല്പം മുമ്പ് പഠിച്ചതുപോലെ അനുഭവപ്പെടട്ടെ. എല്ലാ കാര്യങ്ങളും എപ്പോഴും നിനക്ക് ഓർമ്മ ഉണ്ടാവട്ടെ. ഒരിക്കലും പറഞ്ഞ കാര്യങ്ങളൊന്നും മറക്കാതെ ഇരിക്കട്ടെ. പഠിപ്പിച്ച കാര്യങ്ങളൊന്നും മറന്നു പോവാതിരിക്കട്ടെ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് അനുഗ്രഹിച്ചു. ആ അനുഗ്രഹമൊക്കെ വാങ്ങി കുരുത്തം ശരിക്ക് സമ്പാദിച്ച് ഭഗവാൻ നേരെ മധുരയിലേക്ക് ഇങ്ങോട്ട് തിരിച്ചു പോന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ മധുരയിലെത്തിയ സമയത്താണ്, ഭഗവാനാണെങ്കിലോ ആ വൃന്ദാവനത്തിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പോവാൻ സാധിക്കുന്നുമില്ല. കാരണം യുദ്ധത്തിനായി ജരാസന്ധൻ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത്? തൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഗോപസ്ത്രീകളുണ്ട് വൃന്ദാവനത്തിൽ, അവരൊന്ന് ആശ്വസിപ്പിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പോവാൻ സമയവുമില്ല. അപ്പം എന്താ വേണ്ടതെന്ന് ഭഗവാൻ അങ്ങനെ ആലോചിച്ചു. ഭഗവാൻ തൻ്റെ കൂട്ടുകാരനായ ഉദ്ധവരോട് പറഞ്ഞു, ഉദ്ധവരെ അങ്ങൊന്ന് ആ വൃന്ദാവനത്തിലേക്ക് ചെല്ലൂ. വൃന്ദാവനത്തിൽ ചെന്നിട്ട്
എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായ ആ ഗോപസ്ത്രീകളെ ഒന്ന് സമാധാനിപ്പിക്കണം. താ മന്മനസ്കാ മത്പ്രാണാഃ മദർത്ഥേ ത്യക്തദൈഹികാഃ മാമേവ ദയിതം പ്രേഷ്ഠം ആത്മാനം മനസാഗതാഃ. താ മന്മനസ്കാ മൽപ്രാണ, എൻ്റെ പ്രാണങ്ങളാണവർ. ഭഗവാൻ പറയാണ്, എൻ്റെ പ്രാണങ്ങളാണ് ഗോപസ്ത്രീകൾ. എൻ്റെ പ്രാണനും എൻ്റെ മനസ്സും എനിക്ക് വേണ്ടി ജീവിക്കുന്നവരുമായ ആ ഗോപസ്ത്രീകളെ അങ്ങ് ഞാൻ നൽകുന്ന സന്ദേശം കൊടുത്ത് സമാധാനിപ്പിക്കൂ എന്ന് പറയാണ്. അത് കേട്ടു ഉദ്ധവർ പുറപ്പെട്ടു. ഉദ്ധവർ നേരെ ആ വൃന്ദാവനത്തിൽ അങ്ങനെ എത്തി. മനോഹരമാണ് വൃന്ദാവനം. നേരെ ആ അവിടെ നന്ദഗോകുലത്തിലേക്ക്, നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് കയറി ചെന്നു. നന്ദഗോപർ കൃഷ്ണൻ വന്നാൽ എത്ര സന്തോഷമാവുമോ അതുപോലെ തന്നെ ഉദ്ധവരെ സ്വീകരിച്ചിരുത്തി. വർത്തമാനങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാൻ ഞങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ടോ? അഭിസ്മരതി ന കൃഷ്ണോ മാതരം സുഹൃതസഖീൻ ഗോപാൻ വ്രജം ചാത്മനാഥം ഗാവോ വൃന്ദാവനം ഗിരിം. ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെക്കുറിച്ചോ ഈ വൃന്ദാവനത്തെക്കുറിച്ചോ ഞങ്ങളുടെ പേരോ അച്ഛൻ അമ്മാന്നോ എന്തെങ്കിലും പറയാറുണ്ടോ ഭഗവാൻ? എന്നാ ഇനിയും കൃഷ്ണൻ കൊണ്ട് വരിക? ഞങ്ങൾക്കൊരിക്കൽ കൂടി ആ ഭഗവാനെ കാണണം എന്നൊരാഗ്രഹമുണ്ട്. അപ്യായാസ്യതി ഗോവിന്ദ സ്വജനാൻ സകൃദീക്ഷിതം തർഹി ദ്രക്ഷ്യാമ തദ്വക്ത്രം സുനസം സുസ്മിതേക്ഷണം. ആ ഭഗവാന്റെ സ്വരൂപത്തെ ഒരിക്കൽ കൂടി കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭഗവാൻ ചെയ്ത ഓരോരോ കാര്യങ്ങളും ആലോചിച്ചിട്ട് ഹസിതം ഭാഷിതം ജാംഗ സർവാനശിഥിലാക്രിയ. ഉദ്ധവരെ ഒരു കർമ്മം പോലും ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ആ കാളിന്തി നദിയിലെടുത്തുനിന്ന് പോയി കുളിക്കണം എന്ന് വിചാരിച്ചാലോ അവിടെ ചെന്ന് കുളിക്കാൻ കഴിയുന്നില്ല. പറയാണ് നന്ദഗോപർ, കുളിക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, കാളിന്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ കാളിയമർദ്ദനം ചെയ്തും കൊണ്ടിരിക്കുന്ന ഭഗവാനെയാണ് അവിടുന്ന് കാണുന്നത്. പൂജ കഴിക്കാതിരുന്നാലോ പൂജ കഴിക്കാനും കഴിയുന്നില്ല. കാരണം പൂജ കഴിക്കാതിരുന്നാൽ നന്ദഗോപരുടെ താടി പിടിച്ച് വലിക്കാനായിട്ട് ഭഗവാൻ വരും. ആ താടി പിടിച്ച് വലിക്കുന്ന ആ ഓർമ്മയാണ് മനസ്സിലുള്ളത്. ഒരു കർമ്മം പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. നന്ദഗോപർ പറഞ്ഞു. യശോദയും പറഞ്ഞു, ഞാൻ പണ്ട് ഒരല്ല മോള് പിടിച്ച് കെട്ടി, അതുകൊണ്ടാണോ കൃഷ്ണൻ എന്നെ ഒഴിവാക്കി പോയത്? ഇതൊക്കെ കേട്ടു. ഉദ്ധവർ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. യുവാം ശ്ലാഘ്യതമോ നൂനം ദേഹിനാമിഹ മാനദ നാരായണേ അഖില ഗുരോ യൽകൃത മതിരീതൃശി. നിങ്ങൾ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. നിങ്ങളുടെ മകനായി ജനിച്ചത് വാസ്തവം പറയുകയാണെങ്കിൽ ചെറിയൊരു കുട്ടിയൊന്നല്ല. ആരാ നിങ്ങളുടെ മകനായി ജനിച്ചത്? സർവേശ്വരനായ ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം നിങ്ങളുടെ മകൻ മാത്രമല്ല, സർവേഷാമാത്മജോ ഹ്യാത്മാ പിതാ മാതാ സ ഈശ്വര. എല്ലാവരുടെയും അമ്മയും എല്ലാവരുടെയും അച്ഛനും എല്ലാവരുടെയും ബന്ധുവുമായിരിക്കുന്ന ആ ജഗതീശ്വരൻ തന്നെയാണ് നിങ്ങളുടെ മകനായി ജനിച്ചത്. ആ ഭഗവാനെ സംബന്ധിച്ച് അച്ഛൻ, അമ്മ, സ്വജനം, അന്യൻ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സ്വജനം, പരജനം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവരിലുള്ളത് ആരാണ്? ഭഗവാൻ തന്നെ. നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീകളുടെ സ്ത്രീത്വമായിട്ടും പുരുഷന്മാരുടെ പൗരുഷമായിട്ടും യുവാക്കളുടെ യുവത്വമായിട്ടും എല്ലാമായി നിൽക്കുന്നതാരാണ്? ആ സർവേശ്വരനായ കൃഷ്ണൻ തന്നെയാണ്. ബന്ധുക്കളില്ലാത്തവർക്ക് ഭഗവാനെ ആരായിട്ട് കാണാം? ബന്ധുവായിട്ട് കാണാം. മഹാഭാരതത്തിൽ പറയുന്നില്ലേ, ബന്ധുക്കളില്ലാത്തവർക്കു ബന്ധുവാകിയ കൃഷ്ണൻ. കുട്ടികളില്ലാത്തവർക്ക് ഭഗവാനെ കുട്ടിയായിട്ട് കാണാം. പൂന്താൻ അങ്ങനെയല്ലേ ചോദിച്ചത്? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഉണ്ണികൃഷ്ണൻ മനസ്സിലുണ്ടായാൽ പിന്നെ കുട്ടികളില്ലെങ്കിൽ എന്താ? കുട്ടികളില്ലാത്ത ദുഃഖം ഉണ്ടെങ്കിൽ കൃഷ്ണനെ ആരായിട്ട് കാണുക? കുട്ടിയായിട്ട് കാണുക. അച്ഛനില്ലെങ്കിൽ ഭഗവാനെ ആരായിട്ട് കാണുക? അച്ഛനായിട്ട് കാണുക. അമ്മ ഇല്ലാത്തവരോ ഭഗവാനെ അമ്മയായിട്ട് കാണുക. നിങ്ങളുടെ മകനായി ജനിച്ച ആ ഭഗവാൻ ഇതിനൊക്കെ പറ്റുന്ന അച്ഛനും അമ്മയുമായിട്ടൊക്കെ നിൽക്കുന്ന സർവേശ്വരനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ആ സംഭാഷണം അങ്ങനെ കഴിഞ്ഞു. പ്രഭാതമായ സമയത്ത് അവിടെയൊക്കെ അങ്ങനെ വിളക്കങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഭഗവാന്റെ നാമം അങ്ങനെ ജപിക്കുന്നുണ്ട്. ഉറക്കെ അങ്ങനെ ജപിക്കുന്നുണ്ട്. ഉദ്ഗായതീനാമരവിന്ദലോചനം പ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി. ഗോപസ്ത്രീകളൊക്കെ ഭഗവാന്റെ നാമം ജപിച്ചും കൊണ്ടാണ്. ഉദ്ധവർ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ നടന്നു പോവുകയാണ്. നേരം ഉദ്ധവരെ കണ്ടു. ഗോപസ്ത്രീകൾ കൂട്ടിക്കൊണ്ടുപോയി ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, അച്ഛനെയും അമ്മയെയും കാണാനായിട്ട് പറഞ്ഞയച്ചതായിരിക്കും, അവരുടെ ക്ഷേമാന്വേഷണത്തിനായി പറഞ്ഞയച്ചതായിരിക്കും നിങ്ങളെ കൃഷ്ണൻ. ഞങ്ങളോടൊക്കെ കൃഷ്ണന് ഇപ്പോൾ എന്ത് മതിപ്പാണുള്ളത്? ഒരു മതിപ്പുമില്ല. ഞങ്ങളെ കുറേ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് പാലേ തേനേ കൽക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കി കൃഷ്ണൻ പോയില്ലേ? ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. നിസ്വം ത്യജന്തി ഗണിക അകൽപ്പം നൃപതിം പ്രജ
അധീതവിദ്യാമാചാര്യം ഋത്വിജോ ദത്തദക്ഷിണം. വിദ്യാഭ്യാസം കഴിയുന്നത് വരെ എൻ്റെ സ്കൂള്, എൻ്റെ മാഷ് എന്നൊക്കെ പറയും. വിദ്യാഭ്യാസം കഴിഞ്ഞ് പോയാലോ പിന്നെ മാഷെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല. അതുപോലെയാണ് അധീതവിദ്യ ആചാര്യം ഋത്വിജോ ദത്തദക്ഷിണം. ഗണപതി ഹോമം ആവുന്നത് വരെ തിരുമേനീനൊക്കെ വിളിച്ച് കേമായിട്ട് കൊണ്ടുവരും. ഗണപതി ഹോമത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ കാറ് വരെ കൊടുത്തയക്കും. അത് കഴിഞ്ഞ് ഗണപതി ഹോമം കഴിഞ്ഞ് ദക്ഷിണ കഴിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ എങ്ങോട്ടാ പോയിക്കോട്ടെ തിരുമേനിന്നായി. അതേ ഉള്ളൂ. ഋത്വിജോ ദത്തദക്ഷിണം. കാര്യം കഴിഞ്ഞാൽ പറഞ്ഞയച്ചു. പിന്നൊരു ശ്രദ്ധയുണ്ടാവില്ല. ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ട് ഗോപസ്ത്രീകൾ ഇങ്ങനെ കരയാണ്. ഈ സമയത്ത് ആ വഴിക്കൊരു വണ്ട് ഇങ്ങനെ വന്നു. ഈ വണ്ട് ഭഗവാൻ പറഞ്ഞയച്ച ദൂതനാണ് എന്ന് കൽപ്പിച്ച് ഗോപസ്ത്രീകൾ, അതിലൊരു ഗോപസ്ത്രീ വണ്ടിനോടായിട്ട് സംസാരിക്കുകയാണ്. അതാണ് ഭ്രമരഗീതം. എന്താ വണ്ടിനോട് പറഞ്ഞത്? മധുപകിതവ ബന്ധോ മാസ്പൃശാഘ്രീം സപത്നിയ. കള്ളൻ്റെ കൂട്ടുകാരനായ വണ്ടേ. ആരാ കള്ളൻ? ഭഗവാൻ തന്നെ. ആദ്യം കള്ളനാണെന്ന് പറഞ്ഞു, അവസാനം എന്താ അവർ വിളിക്കുന്നത് അറിയോ? പ്രിയ സഖ പുനരാഗ. പ്രിയൻ്റെ കൂട്ടുകാരാണ് അവസാനം വിളിക്കുന്നത്. ആദ്യം കള്ളൻ്റെ കൂട്ടുകാരാ. നിനക്കും വണ്ടിനും കൃഷ്ണനും ഒരേ സ്വഭാവം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. വണ്ടിൻ്റെ സ്വഭാവം എന്താണ്? പുഷ്പത്തിൻ്റെ തേൻ കുടിക്കുക എന്നുള്ളതാണ്. പൂവിന് നാശം വരുന്നുണ്ടോയെന്നൊന്നും വണ്ട് ആലോചിക്കുന്നില്ല. ഇതേപോലെ തന്നെയാണ് നിൻ്റെ യജമാനനായ കൂട്ടുകാരനായ കൃഷ്ണൻ്റെയും സ്വഭാവം. ഞങ്ങളെ ആ ഭക്തിയിൽ ആനന്ദത്തിൽ ലയിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഒഴിവാക്കി ആ ഭഗവാൻ പോയില്ലേ, ഞങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പോയില്ലേ. ഈ കൃഷ്ണൻ്റെ കാര്യം മാത്രമല്ല, കറുത്ത ആൾക്കാരുടെ കാര്യം ഒന്നും കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞു. കറുത്ത ആൾക്കാരുടെ കഥ ഒന്നും കേൾക്കാൻ വയ്യ. അപ്പോൾ ഉദ്ധവർ ചോദിച്ചു, അതെന്താ കറുത്ത ആൾക്കാർക്ക് ഇത്ര കുഴപ്പം? കറുത്ത ആൾക്കാർക്കുള്ള കുഴപ്പമോ? അവർക്ക് പല കുഴപ്പമുണ്ട്. മൃഗയുരിവകപീന്ദ്രം വിവ്യഥേ ലുബ്ധധർമ്മ സ്ത്രീയമകൃതവിരൂപാം സ്ത്രീജിത കാമയാനാം. ഒരു കറുത്തയാൾ ഭാര്യേനെയും കൂട്ടി കാട്ടിലേക്ക് പോയി. എന്നാൽ ശ്രദ്ധിക്കണ്ടേ, സംരക്ഷിച്ച് വെക്കണ്ടേ? അതിന് പകരം മാഞ്ഞിനെ കണ്ട് മാഞ്ഞിൻ്റെ വഴിയെ പോയി. മാഞ്ഞിൻ്റെ വഴിയെ പോയ സമയത്ത് ഭാര്യയെ ആരോ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ തട്ടിക്കൊണ്ടുപോയ ആളെയല്ലേ പോയി കൊല്ലേണ്ടത്? ഇതിലൊന്നിലും പെടാത്തൊരു ബാലിയെ പോയി ബാലിനം വ്യാജവൃത്തിയ. ബാലിയെ വ്യാജമായി ഒളിയം പെയ്ത് കൊന്നു. ഇതൊരു കറുത്തയാൾ ചെയ്തതല്ലേ. ഇനി വേറൊരു കറുത്തയാളുണ്ട്. എന്താ ചെയ്തത്? ബലിമപി ബലിമത്വാ വേഷ്ടയൽ. മഹാബലിനെടുത്ത് ചെറിയൊരു കാലും കൊണ്ട് ചെന്നു. മഹാബലിയോട് 3 അടി മണ്ണ് വേണമെന്ന് പറഞ്ഞു. മഹാബലി വിചാരിച്ചു ഈ ചെറിയ കാലുകൊണ്ട് 3 അടി മണ്ണ് കൊടുക്കാം, ഒരു പ്രശ്നമില്ല വിചാരിച്ചു. സ്കെയിലോണ്ട് അളന്ന് കൊടുക്കാനല്ലേ ഉള്ളൂ, കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്താ ഉണ്ടായത്? വലിയ കാലായി 2 കാലുകൊണ്ട് അളന്നെടുത്തു. മുഴുവൻ 2 അടി കൊണ്ട് അളന്നെടുത്തു. ഇങ്ങനെ മഹാബലിയെ പാപ്പരാക്കിയില്ലേ. അതും ആരാ ചെയ്തത്? ഈ ഒരു കറുത്ത വിദ്വാൻ തന്നെ. വേറൊരാൾ ദേ കറുത്ത വിദ്വാൻ തന്നെ. സ്ത്രീയമകൃത വിരൂപാം സ്ത്രീജിത കാമയാനാം. ഒരുത്തി കല്യാണം ആലോചിച്ച് വന്നു. എന്നാൽ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോരെ? എന്നാൽ ഒരാളും ഇനി ലോകത്തിലൊരാളും കല്യാണം കഴിക്കില്ലാത്ത രീതിയിൽ, കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കി പറഞ്ഞയച്ചു. അതും ആരാ ചെയ്തത്? അതും ഒരു കറുത്ത വിദ്വാനാണ്. ഇതൊന്നും വാസ്തവം പറയല്ല കേട്ടോ, ഇവരൊരു തമാശയായിട്ട് പറയാം, പരിഭവം പറയാണ്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിലും ഉദ്ധവരെ തദലമസിത സഖ്യൈ ദുസ്ത്യജസ്തൽ കഥാർത്ഥ. ഈ കറുത്ത ആൾക്കാരുടെ കഥയല്ലാതെ വേറെ ആരുടെ കഥയാ കേൾക്കുക? അവരുടെ കഥയ്ക്കല്ലേ വില ഉള്ളൂ. വേറെ ആരുടെ കഥ കേട്ടിട്ട് എന്താ കാര്യം? എന്താ അവരുടെ കഥ കേട്ടാളുടെ മഹത്വം എന്നാണെങ്കിൽ യദനു ചരിതലീലാകർണ പീയൂഷ വിപ്രൊഡ്സകൃതന വിധൂത ദ്വന്ദ്വധർമ്മ വിനഷ്ട. കൃഷ്ണൻ്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ഒന്നും വേണ്ടാന്ന് നിശ്ചയിക്കുക ചെയ്യുക. എല്ലാം ഒഴിവാക്കി കാട്ടിലേക്ക് പോകും. അതിപ്പോഴും നമുക്കൊരു ധാരണ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ഭാഗവതോ ഗീതയൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലർക്ക് പേടിയാണ്. കാരണം ഇവനെങ്ങാനും സന്യസിച്ച് പോയി കളഞ്ഞാലോ ഒരു പേടിയാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലൊരു ധാരണയാണ്. ബാക്കിയുള്ളവർ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണയാണ്. ഭഗവാന്റെ കഥ കേട്ടാലും അങ്ങനെ ഇനി ഒക്കെ ഒഴിവാക്കി പോണ്ടി വരും എന്നാണ്. ഒഴിവാക്കി പോണ്ടി വരും എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കില്ല എന്നർത്ഥമുണ്ടോ? അങ്ങനെയല്ലേ. ഒന്നിനോട് സംഘം ഉണ്ടാവില്ല. എന്നാൽ സംഘമില്ല എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും മോശമായിട്ട് കാണുന്നതാണോ? ഒന്നും വേണ്ട, എല്ലാം മാറ്റി നിർത്തണം, ആരും തന്നോട് ബന്ധം ഉണ്ടാവരുത്, അങ്ങനെ ഒരു രീതിയിൽ നടക്കുന്നതാണോ? അങ്ങനെയല്ല അർത്ഥം. എന്നാൽ ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ ഭിക്ഷുചര്യാം ചരന്തി സപതി ഗൃഹ കുടുംബം ദീനമുത്സൃജ്യ ദീന. ഇതിനേക്കാളൊക്കെ വലുത് ഭഗവാനാണ് എന്നുള്ള ബോധ്യം വരും. അതാണ് ഭഗവാന്റെ കഥ കേട്ടാലുള്ള ഗുണം. വീട്, കുടുംബം, സമ്പത്ത്, ഇതിനേക്കാളൊക്കെ വലുത്, ഒക്കെ നശിക്കുന്നതാണ്. എല്ലാ കാലത്തുള്ളത് ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും വലുത് ആരാ? ഭഗവാനാണ് എന്നുള്ള ആ ബോധ്യം ഭഗവാന്റെ കഥ കേട്ടാൽ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഗുണം. അത് ഉണ്ടാവുകയും വേണം. കാരണം നമ്മുടെ കൂടെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്നതൊന്നും
വാസ്തവത്തിലുള്ളതല്ല. എന്ത് വേണമെങ്കിലും ഇല്ലാതെയാവാം. പൂന്താനം പറയുന്നില്ലേ, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടത്തുന്നതും ഭവാൻ. കണ്ടിരിക്കുന്ന ആൾക്കാരെ കാണാതെയാക്കുന്നതും കാണാതെയാവുന്നു. അതല്ലേ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകയറ്റുന്നതും ഭവാൻ. ഭഗവാനാണെന്ന് പറയണ്ട, ഇതൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഈ പ്രപഞ്ചം മുഴുവൻ. അപ്പോൾ സത്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യം വരാൻ ആരുടെ കഥ കേൾക്കണം? ഭഗവാന്റെ കഥ കേൾക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ വരുമ്പോഴും എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും ഈ ഒരു വിചാരത്തിലൂടെ നമുക്ക് ആ ദുഃഖങ്ങളെ അതിക്രമിച്ച് ശാശ്വതമായ ആ ശാന്തി എന്നും അനുഭവിക്കാൻ സാധിക്കും. എല്ലാം ക്ഷണികമാണ്. അപ്പം നദീൻ്റെ അടുത്ത് പോയാൽ നദിയുടെ തീരത്തിരിക്കുമ്പോൾ എപ്പോഴും അവിടെ എന്ത് കാണാം? നദിയിലിങ്ങനെ വെള്ളം ഒഴുകുന്നത് കാണാം. എപ്പോഴും വെള്ളം ഉണ്ടാവും അവിടെ. ഇന്നലെ കണ്ട വെള്ളമാണോ ഒന്ന് കാണുന്നത്? ഇന്നലെ കണ്ട വെള്ളമല്ല ഇന്ന് കാണുന്നത്. ഇന്നലത്തെ വെള്ളം അറബിക്കടലിൽ എത്തിക്കഴിഞ്ഞു, ഇന്ന് പുതിയ വെള്ളമാണ്. അതേപോലെ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചം. ഉള്ളതെന്ത് മാത്രമാണ്? ഭഗവാൻ, ഈശ്വരൻ മാത്രമാണ്, ശ്രീകൃഷ്ണൻ മാത്രമാണ് എന്ന ആ ചിന്ത ഭഗവാന്റെ കഥ കേട്ടാൽ ഉണ്ടാവും. ഗോപസ്ത്രീകൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞൊന്നും അവിടെ പോയി പറയരുതേ, അവിടെ ഭഗവാൻ സന്തോഷമായിട്ടിരിക്കുന്നില്ലേ? ക്വചിതപിസ കഥാന കിങ്കരീണാം ഗൃണീതേ ഭുജമകരു സുഗന്ധം മൂർധ്യഥാസ്യൽ കഥാനു. ഒരിക്കൽ കൂടി ഭഗവാന്റെ ആ തൃക്കൈകൾ ശിരസ്സിൽ വെക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ അതിന് തരാവുക? ഇതൊക്കെ അങ്ങോട്ട് ചോദിച്ചു. ഭഗവാൻ കൊടുത്ത ആ സന്ദേശം അവിടെ വായിച്ചു. ഭഗവാൻ എന്താ ഗോപസ്ത്രീകളോട് പറഞ്ഞത്? എപ്പോഴും ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാവാനായിട്ടാണ് ഭഗവാൻ ഗോപസ്ത്രീകളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടവരൊന്നും അടുത്തുണ്ടാവരുത്. ഇഷ്ടപ്പെട്ടവരൊക്കെ ദൂരേക്ക് പോവുകയാണെങ്കിലോ അവരെക്കുറിച്ചുള്ള ഓർമ്മ, ചിന്ത എപ്പോഴും ഉണ്ടാവും. അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ഒരു ബഹുമാനമൊന്നും ഉണ്ടാവില്ല. ദൂരത്താണ്, മക്കളൊക്കെ ദൂരെയാണെങ്കിലോ മക്കളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കും. അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല. ഒരു മകൻ പൂവാട്ടുപറമ്പാണ്, ഒരു മകൻ മാവൂരാണ്, ഒരു മകൻ ലണ്ടനിലാണ് വിചാരിച്ചോളൂ. അച്ഛനോട് ചോദിച്ചാൽ പറയും, മക്കളുടെ കാര്യം എങ്ങനെയാണ്? ഒരാൾ മാവൂരുണ്ട്, ഒരാൾ അങ്ങനെയല്ലല്ലോ പറയുക. ആദ്യം തന്നെ ആരുടെ കാര്യമാണ് പറയുക? മകൻ ലണ്ടനിലാണെന്നാണ് പറയുക. ആദ്യത്തെ മകൻ ലണ്ടനിലാണ്. ആ ലണ്ടനിലുള്ള മകനേക്കാൾ യോഗ്യൻ ആരായിരിക്കും? ഇവിടെയുള്ള മക്കളായിരിക്കും. എന്നാലും പറയുക ദൂരമുള്ള മകനെക്കുറിച്ചാണ്. കാരണം ഏറ്റവും അടുത്തുണ്ടാവരുതെന്നാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ദൂരേക്ക് പോകണം. അപ്പം ഭഗവാനോ തന്നെയാണ്. നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നില്ലല്ലോ, നമുക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ ഭഗവാനെ. ചിലർക്ക് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഓർത്താൽ ചിലർക്ക് കാണാം ചിലപ്പോൾ ഇടവെന്നാണ്. ചിലർക്ക് ചിലപ്പോൾ ഭഗവാനെ കാണാൻ കഴിയും, എല്ലാവർക്കും കാണാൻ കഴിയില്ല. എപ്പോഴും കാണാൻ കഴിഞ്ഞാലോ എന്നാ വില ഉണ്ടാവുമോ? ഭഗവാൻ അങ്ങനെ നമ്മുടെ മുമ്പ് കൂടെ ഗുരുവായൂരപ്പം ഇങ്ങനെ നടന്നിങ്ങനെ പോയാലോ, സപ്താഹത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോയാലോ, തന്നെ കഥ പറയല്ലേ, ഞാൻ അവിടെ ഇരിക്കട്ടോ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാലോ ഒരു വിലയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭഗവാനെക്കുറിച്ച് കാണാതിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെക്കുറിച്ചൊരു വില ഉണ്ടാവാനുള്ള കാരണം. അപ്പം ഭഗവാൻ പറഞ്ഞു, വാസ്തവത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് അകലുന്നില്ല. ഇവിടെ കണ്ടതൊക്കെ വാസ്തവത്തിൽ ആരാണ്? ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്നെ തന്നെ വിചാരിച്ചാൽ മതി. മയ്യ ആവേശ്യമനകൃഷ്ണം വിമുക്ത അശേഷവൃത്തിയൽ അനുസ്മരന്ത്യോ മാം നിത്യം അചിരാത്മാമുപൈഷ്യഥ. വളരെ പെട്ടെന്ന് തന്നെ എന്നിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ. അതങ്ങനെ കേട്ടു. ഗോപസ്ത്രീകൾ പറഞ്ഞു ഉദ്ധവരോട്, ഞങ്ങൾക്ക് ആ ഭഗവാനെ മറക്കാൻ സാധിക്കുന്നില്ലല്ലോ. എന്ത് കണ്ടാലും ഭഗവാനെയാണ് ഓർമ്മ വരുന്നത്. വൃന്ദാവനമതും ഗോവർദ്ധനമതും ഗോലോകരും ഗോപബാലരും ഗോക്കളും എന്നിവ ഞങ്ങളെ ചിന്ത ചെയ്യിക്കുന്നു നന്ദതനൂജനെ പിന്നെയും പിന്നെയും. വൃന്ദാവനം കാണുമ്പോഴും ഗോവർദ്ധനം കാണുമ്പോഴും ഗോലോകം കാണുന്ന സമയത്തും എപ്പോഴും ഭഗവാനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ മറക്കുക ഉദ്ധവരെ? കഥം തം വിസ്മരാമഹേ. എങ്ങനെയാണ് നിങ്ങൾ മറക്കേണ്ടത് ചോദിക്കുകയാണ്. അപ്പോൾ ഉദ്ധവർക്കും മനസ്സിലായി ഇതുപോലത്തെ ഒരു ഭക്തി വേറെ ആർക്കും ഇല്ല എന്ന് മനസ്സിലായി. ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഏവം ഭക്തി സകലഭുവനേ നേക്ഷിതാ നശ്രുതാവാ കിം ശാസ്ത്രൗഘൈ കിമിഹ തപസ ഗോപികാഭ്യോ നമോസ്തു. കൃഷ്ണ, ഇതുപോലൊരു ഭക്തി ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഗോപികാഭ്യോ നമോസ്തു. ഗോപസ്ത്രീകൾക്കായി നമസ്കാരം എന്നാണ് പറഞ്ഞത്. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. ഗോപസ്ത്രീകളുടെ പാദങ്ങൾക്ക് നമസ്കാരം എന്ന് ആദ്യം വിചാരിച്ചു പറയാൻ. പാദങ്ങളെ നമസ്കരിക്കാനുള്ള യോഗ്യതയൊക്കെ തനിക്കുണ്ടോ അവരാലോചിച്ചു. പാദങ്ങളിലുള്ള ഒരു പൊടിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറഞ്ഞത്. കാരണം ഭക്തിയിലൂടെ ഭഗവാനെ സ്നേഹിക്കുന്ന, അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ. ആ സ്നേഹത്തിലൂടെ തന്നെ മോക്ഷത്തിലേക്ക് എത്താൻ
കഴിയും, ജീവൻ മുക്തിയിലേക്ക് എത്താൻ സാധിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആര്? പ്രമാണം തത്ര ഗോപിക. അതിനുള്ള ഉദാഹരണമാണ് ഗോപസ്ത്രീകൾ. അപ്പോൾ ഗോപസ്ത്രീകളുടെ ആ കാലിലുള്ള ഒരു പൊടിക്കായി നമസ്കാരം എന്നാ ഉദ്ധവർ പറഞ്ഞത്. യാസാം ഹരികഥോൽഗീതം പുനാതിഭുവനത്രയം. ഇവരുടെ ആ നാമജപവും ഭക്തിയും ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കി തീർക്കുന്നു. ഇങ്ങനെയുള്ളതായ ആ ഉദ്ധവരുടെ ഗോകുലയാത്ര എന്ന ഭാഗം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതാ ഒരു 15 മിനിറ്റ് നമ്മൾ ചായയ്ക്കായിട്ട് നിർത്തുകയാണ്. അതിനുശേഷം രുക്മിണീ സ്വയംവര ഘോഷയാത്രയൊക്കെ ആരംഭിക്കാവുന്നതാണ്. സർവത്ര